സന്തോഷമുണ്ട്. ഭാരതത്തിന്റെ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ഭാരതം എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെ പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വാരണാസിയിൽ പോയി മത്സരിച്ചും വാരണാസിയിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് പല ആളുകളും ഡ്രാമ കളിക്കുന്ന ടീമുകളും പറഞ്ഞു അദ്ദേഹത്തിന് തോൽപ്പിക്കും, നാളെ മറിച്ചിടും. ഇന്ന് റിസൾട്ട് വന്നപ്പോൾ എല്ലാം മനസ്സിലായി. എന്റെ കൂടെ ഇരിക്കുന്ന പല വ്യക്തികളും അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, ഭൂരിപക്ഷം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സമയത്തും ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ സംസാരിച്ചപ്പോൾ 4 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുകയും NDA അധികാരത്തിൽ വരികയും ചെയ്യുമെന്ന്. ഒരു പക്ഷേ അന്ന് ചിരിച്ചു തള്ളിയവർക്കുള്ള ഒരു മറുപടി ജനങ്ങൾ കൊടുത്തു. പക്ഷെ എന്തായാലും ഞങ്ങൾ അധികാരത്തിൽ കയറി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ പോലെ 543 MP-മാരെയും കൂട്ടിക്കൊണ്ട് 125 കോടി ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം. അല്ലാതെ ഒരാളെയും എക്സെപ്ഷണലായി മാറ്റി നിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഞങ്ങൾക്ക് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ രമേശ്, ഇന്ന് BJP അധികാരത്തിലേക്ക് എത്തണം എന്നുള്ള വലിയൊരു മാൻഡേറ്റ്, വലിയൊരു ഭൂരിപക്ഷം ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. 339 സീറ്റുകൾ NDAക്ക് മൊത്തമായി. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ ആദ്യമായി ഈ ഭൂരിപക്ഷത്തിലെത്തിയ BJPയെയും അതിൻ്റെ സഖ്യകക്ഷികളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ താങ്കളോട് ഒരു ചോദ്യം തിരിച്ച് ചോദിക്കുവാനുള്ളത്, ഇത് പൂർണ്ണമായി BJPക്ക് കിട്ടിയ ഒരു അംഗീകാരമാണോ, അതോ മറിച്ച് കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭരണത്തിനോട് ജനങ്ങൾക്ക് വീർപ്പുമുട്ടലിലൂടെ കാട്ടിയ ഒരു പ്രതിഷേധം ആയിട്ടാണോ നിങ്ങൾ ഇതിനെ കൂടുതലായി കാണാൻ ആഗ്രഹിക്കുന്നത്? വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇന്ത്യയിൽ 2 ഘടകങ്ങളാണ് ഈ വിജയത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഏറ്റവും കൂടുതൽ അഴിമതി കണ്ട ഒരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റിന്റെ കാര്യങ്ങളെ വിലയിരുത്താനായി വരുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ അപ്പുറത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? NDA ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ആശയം. അതിനെ ഓൾറെഡി ഗുജറാത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത, വളരെ ഭംഗിയായി ഇംപ്ലിമെന്റ് ചെയ്ത ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന 4 തവണ മുഖ്യമന്ത്രിയായ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി മുന്നിൽ നിൽക്കുന്നു. ഇത്തരത്തിൽ അവർ ഒരു കമ്പാരിസൺ നടത്തി. ഏതാണ് നല്ലത്? ജനങ്ങൾ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് കൊടുത്തു നോക്കാം ഒരു അവസരം ഭാരതീയ ജനതാ പാർട്ടിക്ക്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന് മാത്രമാണ് വ്യക്തമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. രണ്ടിന്റെയും ഒരു സമ്മിശ്ര പ്രതികരണമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായും കാണുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 4 തവണയായി ജയിച്ച് ഗുജറാത്തിൽ കാഴ്ചവെച്ച ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് ഈ ഒരു മാൻഡേറ്റ്, വൻപിച്ച ഈ ഒരു മാൻഡേറ്റിനെ ഞങ്ങൾ കാണുന്നത്. ശരി, ഇതിൽ NR മായിനായിരിക്കും കൂടുതൽ ഒരുപക്ഷെ പറയാനുണ്ടാവുക. NR മായിൻ, നിങ്ങൾ ഭരണം കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ച് ആ ഭരണം ഒടുവിൽ BJPയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. BJPയുടെ വിജയത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടി ഉണ്ട്. അതിൽ ഓരോ അഴിമതികളും എടുത്തു കഴിഞ്ഞാൽ അതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ മന്ത്രിസഭയിലെ 30ഓളം പേർ പരാജയപ്പെടുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് ഉള്ള DMK അടക്കമുള്ള കക്ഷികളെ നോക്കുക, തകർന്ന് തരിപ്പണമായി എന്നുള്ളത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച 2ാം UPA സർക്കാർ BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ തൃപ്പാദത്തിൽ കൊണ്ടുപോയി ഭരണം അർപ്പിച്ചു. സാഷ്ടാംഗം വീണ് കരഞ്ഞു നെട്ടോട്ടമോടി തിരിഞ്ഞു നോക്കാതെ. അതല്ലേ പറ്റിയത്? ആദ്യമായിട്ട് വിജയം തേരിലേറ്റിയ NDA സഖ്യത്തെ ആശംസിക്കുന്നു. രണ്ടാമത്തേത് മഹത്തായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഇന്ത്യൻ ജനാധിപത്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വാളോങ്ങിയ ശ്രീ നരേന്ദ്രമോദി അടക്കം ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയത്തെപ്പറ്റി പ്രസംഗിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇതല്ല. ഈ രാജ്യത്ത് 2-3 വർഷങ്ങളായി കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും UPA ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയൊരു ഒരു ഗവൺമെന്റ് ഒരു വികാരം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെയൊക്കെ തന്നെ മൗഢ്യന്മാരാക്കിക്കൊണ്ട് മുന്നോട്ട് പോയൊരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. UPA ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്ന വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരാതെ കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 10,000 കോടി രൂപയാണ് നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് വേണ്ടിയും ദൃശ്യമാധ്യമങ്ങൾക്കും മാധ്യമങ്ങൾക്കും വേണ്ടി മാത്രം ചെലവഴിച്ചത്.
വാരാണസിയിൽ ഒരു റാലിയിൽ പോലും 200 കോടി റോഡ് ഷോ നടത്താൻ വേണ്ടി. അങ്ങനെ പണത്തിന്റെ അതിപ്രസരം, അതുപോലെ തന്നെ മാധ്യമങ്ങള് UPA ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ. അപ്പൊ ഇത് രണ്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഒരു ഗീബൽസിയൻ തന്ത്രം നമ്മുടെ രാജ്യത്ത് മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിച്ച് ഉത്തർപ്രദേശിലൊക്കെ തന്നെ അമിത്ഷയെ പോലെയുള്ള തീവ്ര വർഗീയവാദിയെ അയച്ച് അവിടുത്തെ ജാട്ട് വോട്ടുകൾ പോലും ഭിന്നിപ്പിച്ച് ഭീകരത സൃഷ്ടിച്ച് മതത്തിന്റെ പേരിൽ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയൊക്കെ തന്നെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ്. ഈ രാജ്യത്തിന്റെ സെക്യുലറിസമാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്തിന്റെ അടിസ്ഥാനശില. ആ സെക്യുലറിസം നിലനിന്ന് പോകുമോ ഇല്ലയോ എന്ന് ഞാനും നിങ്ങളും ഇന്ന് വേദനയോടെ നോക്കിക്കാണുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവരുടെ പ്രചരണ പ്രവർത്തനങ്ങളും അവർ അതുപോലെ തന്നെ പ്രകടന പത്രികയിലും ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, രാമക്ഷേത്ര നിർമ്മാണം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വിവാദമായ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക വകുപ്പ്, ഇതൊക്കെ തന്നെ തൊട്ടുകളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് ഞാനും നിങ്ങളും കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഗവൺമെന്റ് നല്ല വഴിയിൽ മുന്നോട്ട് പോകട്ടെ. ഈ ഗവൺമെന്റിന് ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് ഏത് തലത്തിൽ പ്രയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാനും നിങ്ങളും ഭാവിയെ പറ്റി ഉത്കണ്ഠയോട് കാണേണ്ടി വരിക. എന്തായാലും ഈ പുതിയതായി വന്ന ഗവൺമെന്റ് നല്ല വഴിയിൽ പോകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആശിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ UPAക്ക് വന്ന അതേ വിധി തന്നെ അവർക്കും വരുമെന്ന് അതും നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ ചോദ്യം അനിൽ പള്ളൂരിലേക്കാണ്. ശ്രീ അനിൽ പള്ളൂർ, UPA തകർന്നടിഞ്ഞു, NDA വളരെ മുൻകൈ നേടിയിരിക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്ത, ദേശീയ രംഗത്തും സംസ്ഥാന രംഗത്തുമൊക്കെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയമാണ് മൂന്നാം മുന്നണി എന്നുള്ളത്. ഇന്ന് നാം നോക്കിക്കാണുമ്പോൾ മൂന്നാം മുന്നണിയുടെ സ്ഥിതി എന്താണ്? എന്തു പറ്റി മൂന്നാം മുന്നണിക്ക്? തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയോ, അതോ അതും മോഡി തരംഗത്തിൽ ഒലിച്ചുപോയോ? മൂന്നാം മുന്നണി എന്നല്ല, മോഡി തരംഗം എന്ന് വിശേഷിപ്പിച്ചതല്ല ശരിക്കും, മോഡി സുനാമി തന്നെ ഉണ്ടായത്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതും കൂടിയും പറയാം. കൃത്യമായ പ്ലാനോടുകൂടി കഴിഞ്ഞ 4 വർഷമായി നടക്കുന്ന കോർപ്പറേറ്റ് ശക്തികളുടെയും അതുപോലെ തന്നെ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇപ്പം നേരത്തെ മായിൻ നിർത്തിയെടുക്കുന്ന ഒരു സംഭവം തുടങ്ങുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, മായിൻ ഇപ്പം പറഞ്ഞു ഇവിടെ കോൺഗ്രസിന് കോർപ്പറേറ്റുകളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും പിന്തുണ കിട്ടിയില്ല, അവർ UPA ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ കോൺഗ്രസിന് ഇത്രയും കാലം കോൺഗ്രസിന് കിട്ടിയ പിന്തുണ കോർപ്പറേറ്റുകൾ നരേന്ദ്രമോദിക്ക് നൽകുകയാണ് ഉണ്ടായത്. കാരണം അവരുടെ ഒരു പ്ലാൻ വിജയിച്ചു കഴിഞ്ഞു. മൻമോഹൻ സിംഗിന്റെ ഭരണപരിഷ്കാരങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഒരു ശരിയായ രീതിയിൽ പറഞ്ഞാൽ കോർപ്പറേറ്റ് സിഇഒയെ മാറ്റി വേറൊരു സിഇഒയെ പ്രതിഷ്ഠിച്ചു എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിയുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ, മൻമോഹൻ സിംഗിന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നവ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതിനെ ത്വരിതപ്പെടുത്തുക എന്നുള്ള ഒരു ചടങ്ങ് നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റവും ഉത്തമനായ അത് 2 കാര്യങ്ങൾ. ഒന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ ജനത കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സംഭവമാണ് ഈ അസ്ഥിരമായ ഭരണം. ഒരു സുസ്ഥിരമായ ഭരണം ഇല്ലാതിരുന്ന ഒരു ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ സുസ്ഥിരമായ ഒരു ഗവൺമെന്റ് സ്ഥാപിക്കാൻ ഇന്ന ആൾക്ക് മാത്രമേ കഴിയൂ എന്ന രീതിയിൽ പ്രചരണം വളരെ കഴിഞ്ഞ 4 വർഷങ്ങളിലേറെയായി മോഡിയെ മുൻനിർത്തിയുള്ള പറയുന്നത്. ഞാനിത് NDAയുടെ വിജയം എന്നതിനേക്കാൾ ഉപരി, അതാണ് ഞാൻ സുനാമി എന്ന് വിശേഷിപ്പിച്ചത്. ഇത് കോർപ്പറേറ്റുകൾ പ്ലസ് അതുപോലെ തന്നെ തീവ്ര ഹിന്ദുത്വ അജണ്ട, ഇത് 2ഉം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് മോഡി എന്ന നേതാവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി നടത്തിയ ശരിയായ രീതിയിൽ NDAയുടെ വിജയം എന്നതിനേക്കാൾ കൂടുതൽ ഇത് മോഡിയുടെ വിജയമാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ പല നേതാക്കൾക്കും ഇന്ന് പോലും മോഡിയിൽ അത് പൂർണ്ണമായി ആ മോഡിയുടെ വിജയമാണ് എന്ന് അവരംഗീകരിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയുന്ന ഒരു സത്യം, മോഡി എന്നുള്ള ഒരൊറ്റ വ്യക്തിത്വത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ശരി, ഞാൻ വരാം അനിൽ പള്ളൂർ. തോൽവിക്കും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും വിശദീകരണങ്ങളും എല്ലാം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ജയിച്ചവരെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളും കണ്ടെത്തും. വളരെ ന്യായം തന്നെയാണ് അതൊക്കെ. അതിലേക്കെല്ലാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ലിയോ,
ലിയോ നിഷ്പക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ അനിൽ പള്ളൂരിന് അവരുടെ പാർട്ടിയുടേതായിട്ടുള്ള, കാരണം CPIക്കും CPIMനും 1 സീറ്റ് CPI, 9 സീറ്റ് CPIM, ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെടാൻ പോകുന്നു. സങ്കടമുണ്ടാകും. NR മായന് 10 വർഷത്തെ ഭരണം നഷ്ടപ്പെട്ടു. കാരണങ്ങളും ഉണ്ടാകും. രമേശിന് ആഹ്ലാദം കൊണ്ട് പലതും പറയാനുണ്ടാവും. ലിയോ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് നരേന്ദ്രമോദിയുടെ വിജയം എന്ന് പറയാമോ, BJPയുടെ വിജയം എന്ന് പറയാമോ? BJPയുടെ നയങ്ങൾക്കാണോ ഇവിടെ വോട്ട് വീണത്? നരേന്ദ്രമോദിക്കാണോ വോട്ട് വീണത്? ഗുജറാത്തിൽ 26 സീറ്റും BJPക്ക്, രാജസ്ഥാൻ മുഴുവൻ, ദില്ലി മുഴുവൻ, ഗോവ മുഴുവൻ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബൾക്കായി വോട്ട് ചെയ്യാൻ മാത്രം BJPയുടെ നയം, പ്രകടന പത്രിക അത്രയ്ക്ക് അമൂല്യമായിരുന്നു. സുരേഷ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും BJPക്ക് അഭിനന്ദനങ്ങൾ. കാരണം കഴിഞ്ഞ 3 പതിറ്റാണ്ടിന് ശേഷം ഒരു കക്ഷി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നു ഇന്ത്യ മഹാരാജ്യം ഭരിക്കുവാൻ. അത് വലിയ കാര്യം തന്നെയാണ്. അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അവർ. അവരുടെ തന്ത്രങ്ങൾ, പരീക്ഷണങ്ങൾ എല്ലാം വിജയത്തിലേക്ക് എത്തുന്നു സാഹചര്യങ്ങൾ കാരണം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സുരേഷ്, ഇവിടെ സംഭവിച്ചത് പൊറുതി മുട്ടിയ ജനം വിധി എഴുതിയിരിക്കുന്നു. BJPയെ അകറ്റി നിർത്തുവാൻ വർഗീയവാദി എന്നുള്ള മുദ്രാവാക്യം NDAയും കോൺഗ്രസും UPA സഖ്യകക്ഷികളും ഏറെ നാളായി ഉയർത്തുന്നു. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ജനങ്ങളെ കട്ടുമുടിക്കുന്നു, ഇന്ത്യ മഹാരാജ്യം കട്ടുമുടിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അഴിമതിയിൽ മുങ്ങിയ ഭരണം ഇതിനു മുൻപ് ഇന്ത്യ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്, ഇത്രയും അഴിമതിയിൽ മുങ്ങിയ ഭരണം ഇന്ത്യ മഹാരാജ്യം ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾ അതാണ് അംഗീകരിക്കുന്നത്, പറയുന്നത്. മറ്റൊന്ന്, ശക്തമായ ഒരു നേതൃത്വം കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ പാളിപ്പോകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രങ്ങൾ പലപ്പോഴും പരിഹസിക്കപ്പെടുന്ന തരത്തിലേക്ക് അധപതിക്കപ്പെടുന്നു. ഇത് മറ്റൊരു വിഷയം. അങ്ങനെ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന പാർട്ടി അവർക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വ്യക്തമായൊരു തന്ത്രം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഇതിനിടയിൽ BJP ശക്തനായ ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് നൽകിയ ആ ഒരു ലേബൽ അവർക്ക് സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്നു. വളരെ വ്യക്തമായ ഗ്രൗണ്ട് വർക്ക്, വളരെ വ്യക്തമായ ടീം വർക്ക്, വളരെ വ്യക്തമായ കോർപ്പറേറ്റ് തലത്തിലുള്ള വർക്കൗട്ട്, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ BJPക്ക് വിജയത്തിലേക്ക് ഒരു പാത തെളിഞ്ഞു കിട്ടുകയാണ് ഉണ്ടായത്. സാഹചര്യം അതാണ് അവർക്ക് അത് എത്തിച്ചു കൊടുത്തത്. ഒപ്പം തന്നെ വളരെ ശക്തനായ ഒരു ലീഡർ എന്നുള്ള നിലയിലേക്ക് നരേന്ദ്രമോദിക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ദേശീയ രാഷ്ട്രീയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, UPAയോ NDAയോ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 10 വർഷത്തെ കാര്യം എടുത്ത് നോക്കുമ്പോൾ വളരെ ശക്തനായ ഒരു നേതാവിനെ, ഏതെങ്കിലും ഒരു നേതാവിനെ നമുക്ക് ഉയർത്തിക്കാട്ടുവാനുണ്ടോ എന്നുള്ള കാര്യം സംശയമാണെന്ന് ഞാൻ പറയുന്നു. ലിയോ, എനിക്ക് ചോദിക്കാനുള്ളത്, ഗുജറാത്ത് മോഡൽ ഭരണം, ഗുജറാത്ത് മോഡൽ വികസനം, അതാണ് ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാക്കി BJPയും ശ്രീ മോഡിയും ഉയർത്തിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഇത്രയും വലിയ വിജയം നേടിയതും. ഇതിനു മുമ്പേ നടത്തിയ ചർച്ചകളിൽ പലതിലും നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം, കേരളത്തിൽ 1957 ഉണ്ടായ കേരള മോഡൽ വികസനമുണ്ട്. ആ വികസന മോഡൽ അന്തർദേശീയ തലത്തിൽ, ദേശീയ തലത്തിൽ പഠനത്തിന് വിധേയമായി പലരും നോബൽ പ്രൈസ് വരെ നേടിയിട്ടുണ്ട്. എന്തുകൊണ്ട് കേരള സംസ്ഥാനമോ ആ കേരള മോഡൽ വികസനം, മനുഷ്യന്റെ എല്ലാ വിധത്തിലുള്ള വികസനവും, സാമൂഹികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ വികസനത്തിനും ഊന്നൽ കൊടുത്ത ഒരു കേരള വികസന മോഡൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും, അല്ലെങ്കിൽ ചില മേഖലകളിലുള്ള സംസ്ഥാനങ്ങൾക്ക് അവരവരുടേതായ വികസന മാതൃകകൾ വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൻ്റെതായ വികസന മാതൃകയാണ് ആവശ്യം. ഗുജറാത്തിന്റെ വികസന മാതൃക കേരളത്തിന് അവലംബിക്കാൻ സാധിക്കില്ല. സിസ്റ്റത്തെ അവലംബിക്കാം. കാരണം റെഡ് ടേപ്പിസം നമ്മുടെ നാടിനെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അധപതിപ്പിക്കുവാൻ സാധിക്കുന്നു. അതിന് പാടില്ല. ഇവിടെ UAE പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണും. ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും ആ സിസ്റ്റത്തിന്റെ സ്മൂത്ത് ആയുള്ള ഫംഗ്ഷനിങ് അത് നമ്മുടെ നാട്ടിലെ നേതാക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ നേതാക്കൾ പണമുള്ളവൻ, ഒപ്പം തന്നെ സ്വാധീനമുള്ളവൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് പലപ്പോഴും കേരള വികസന മോഡലൊക്കെ തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ തിരസ്കരിക്കപ്പെടുന്നത്. ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വികസനം എന്ന് പറയുന്നത് വ്യവസായ അധിഷ്ഠിതമായിട്ടുള്ള വികസനമാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. നിരവധി വ്യവസായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു.
ഒപ്പം തന്നെ മദ്യം നിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇതൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ്. ഇതിനിടയിലും ചില റിപ്പോർട്ടുകൾ ഗുജറാത്ത് വികസന മോഡൽ അവർ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ ചിലതൊക്കെ പറയുന്നു അവിടെ പട്ടിണിക്കാരുണ്ട്, അവിടെ കർഷകരുടെ സ്ഥിതി മോശമാണ്, അവിടെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരായി നിരവധി പേരുണ്ട്. ഇങ്ങനെ അടിസ്ഥാനപരമായുള്ള വികസനം നടക്കാത്ത പല കാര്യങ്ങളും ഗുജറാത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം. ലിയോ രാധാകൃഷ്ണനിലേക്ക് വരാം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കുറച്ച് സമയമായി നമ്മളോടൊപ്പം ഹോൾഡ് ചെയ്യുന്നുണ്ട്, തുടരുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറയൂ, പേര് പറയൂ. എന്റെ പേര് സുബീർ എന്നാണ്, ഞാൻ ഷാർജയിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, എങ്ങനെ കാണുന്നു ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിന്റെ അധികാരത്തിലേക്കുള്ള വരവിനെ? ബിജെപിയുടെ ഈ അധികാരത്തിലേക്കുള്ള വരവിനെ കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും കപട മതേതരത്വത്തിനെതിരായിട്ട് ഉള്ള വിധിയെഴുത്താണ് എന്നാണ് എനിക്കിതിന് പറയാനുള്ളത്. കപട മതേതരത്വം എന്ന് ഞാൻ പറയുന്നതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയൂ. നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്തില് നല്ലൊരു ശതമാനം മുസ്ലിംസ്, ക്രിസ്ത്യൻസ് മുതലായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതായിട്ടുള്ള കേസ് എനിക്ക് നേരിട്ടറിയാം. വളരെയധികം നന്ദി, അഭിപ്രായം അറിയിച്ചതിൽ വളരെയധികം നന്ദി. ഏതായാലും ബിജെപിയുടെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും കപട മതേതരത്വത്തിനുള്ള തിരിച്ചടി കൂടിയാണ് TR രമേശ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് ഒതുക്കി ഈ പറയുന്നത് പോലെ കുറെ കാലമായി മാറ്റി നിർത്തുകയായിരുന്നു. എല്ലാ ഏജൻസികളും അന്വേഷിച്ചു. CBI അടക്കമുള്ള അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം, പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ വന്നു. ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവിന് ഇപ്പോൾ രാജ്യവ്യാപകമായി സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്ക്, നേതാവിന്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് രാജ്യവ്യാപകമായി സ്വീകാര്യത ലഭിക്കുന്നു എന്നല്ലേ 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന കൃത്യമായ ഗുണപാഠം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രണ്ട് കോർപ്പറേറ്റുകൾ, ഇവിടെ എല്ലാവരും കോർപ്പറേറ്റുകൾ എന്ന് കുറെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ ഏജന്റ് എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേറ്റുകളുടെ ഏജന്റ് ആണെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോടും വലതുപക്ഷക്കാരനോടും ചോദിക്കാനുള്ള ഒരു ചെറിയൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ 35% ഇന്ന് ഗുജറാത്തിലാണ്. കേരളത്തിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ കുത്തഴിഞ്ഞ് ഒരാൾക്കും സംരംഭകർക്ക് അത് തുടങ്ങാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ഗുജറാത്തിൽ ചെന്നാൽ, നിങ്ങളൊരു പ്രൊജക്റ്റും കൊണ്ട് ഗുജറാത്തിൽ ചെന്നാൽ ആ പ്രൊജക്ടിന് വളരെ പെട്ടെന്ന് ഭരണാനുമതി കിട്ടുകയും നിങ്ങൾക്ക് അവിടെ തുടങ്ങാൻ പറ്റുകയും സാധിക്കുന്നു. പിന്നെ രണ്ട്, എല്ലാം കഴിഞ്ഞ് ശ്രീ ലിയോ പറഞ്ഞ മാതിരി എല്ലാം കഴിഞ്ഞ് അവിടെ പുണ്യമായ ഒരു നഗരമായി എല്ലാവരും ശരിയായി താമസിക്കുന്നു എന്നൊന്നും BJP അവകാശപ്പെടുന്നില്ല. ഗുജറാത്തിൻ്റെതായ പോരായ്മകളുണ്ട്. എന്തൊരു കാര്യത്തിന് നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ എടുത്താൽ വരെ നമുക്ക് പോരായ്മകൾ ഉണ്ടാവും. തീർച്ചയായും പോരായ്മകളുണ്ട്. ഗുജറാത്ത് മോഡൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ പലരും തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ് ഗുജറാത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ അതേപോലെ തന്നെ കേരളത്തിൽ വന്ന് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതല്ല. ആ സത്ത എന്താണ്, അതിന്റെ ടീം, ആ തീം എടുക്കുകയും അത് കേരളത്തിൽ ഏതു തരത്തിലാണോ നടപ്പിലാക്കേണ്ടത് ആ തരത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ നോക്കിക്കാണേണ്ട വേറൊരു കാര്യമുണ്ട്. ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഇരിക്കില്ല, നരേന്ദ്രമോദിയെ കണ്ടാൽ നോക്കില്ല, നരേന്ദ്രമോദിയെ കണ്ടാൽ കൈ കൊടുക്കില്ല എന്ന് പറയുന്ന നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും നമ്മുടെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ശ്രീ VS അച്യുതാനന്ദൻ വരെ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഇനി ഇപ്പോൾ കേരളത്തില് പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി വരുമ്പോൾ ഇദ്ദേഹത്തിന് അവിടെ കയറിയിരിക്കേണ്ട വരുമോ? പ്രധാനമന്ത്രിയുടെ ഒപ്പം ഇരിക്കേണ്ടതല്ല. ഇത്തരത്തിൽ തൊട്ടുകൂടായ്മ, ഏറ്റവും ഉച്ചനീചത്വങ്ങൾ വരെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ള ഇടത് വലത് മുന്നണികളുടെ കപടമായ രാഷ്ട്രീയം. ഞാൻ മറ്റുള്ള കാര്യങ്ങൾ, ഈ വർഗീയത, അതൊക്കെ അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ പറഞ്ഞു കോർപ്പറേറ്റുകളായ മീഡിയകൾ BJPയെ സപ്പോർട്ട് ചെയ്തു. ഒരു രണ്ട് കണക്കുകൾ ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 10 മാസമായിട്ടുള്ള മീഡിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ടൈംസ് നൗ പുറത്തുവിടുകയുണ്ടായി. അതിൽ മീഡിയാസ് പ്രൊജക്ട് ചെയ്തതിലെ കഴിഞ്ഞ 10 മാസത്തിലെ ഏറ്റവും കൂടുതൽ കവറേജ് കിട്ടിയത് 60% കവറേജ് കിട്ടിയത് ശ്രീ നരേന്ദ്രമോദിക്കാണ്. സത്യമാണ്. പക്ഷെ 60%-ത്തിൽ ആ 60%-ന്റെ
55% നെഗറ്റീവ് ന്യൂസും ബാക്കി ഒരു 35% അദ്ദേഹത്തിനെ എത്തരത്തിൽ താറടിച്ച് കാണിക്കാം എന്നുള്ള വേറെ ഒരു തരത്തിലുള്ള ഒരു ന്യൂസുമായിരുന്നു. ബാക്കി വെറും 15-20% ആണ് അദ്ദേഹത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കൊടുത്തത്. എന്നിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് BJP എത്തി. പക്ഷെ ജനങ്ങളിലേക്ക് BJP തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അത്തരത്തിൽ എത്തിയപ്പോൾ കോൺഗ്രസ് അതിനുശേഷമാണ് എന്റെ അഭിപ്രായത്തിൽ ഡിജിറ്റലൈസ് ചെയ്തത്. ഇപ്പൊ അവർ കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ആണ്. എല്ലാ സംസ്ഥാനത്തും നിങ്ങൾ പറഞ്ഞ മാതിരി രാജസ്ഥാനിൽ ചെന്നാൽ 0, ഗുജറാത്തിൽ ചെന്നാൽ 0, വേറെ പലയിടത്തും എന്താ 1, 01, 01, 01 എന്നുള്ള രീതിയിലാണ് അത് ഡിജിറ്റലൈസ് ചെയ്തു. അവരെ കുറ്റം പറഞ്ഞിട്ടില്ല, അവർ ഡിജിറ്റലൈസ് ചെയ്താണ്. നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർ തോൽവിയല്ല നിന്ന്. ഇനി ഇടതുപക്ഷത്തിന്റെ ഒരു കാര്യം നമുക്ക് നോക്കാം. ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചത്? ഇന്ന് ഏറ്റവും വർഗീയമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലാണെന്നാണ് ഞാൻ പറയുക. എങ്ങനെയാണ് കാസർഗോഡ്, ഞാൻ കേരളത്തിലേക്ക് പറഞ്ഞു, കാരണം നമ്മൾ മലയാളികളായാലും മനസ്സിലാക്കണം, അത് ഏറ്റവും കൂടുതൽ വർഗീയ ധ്രുവീകരണം ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ സൃഷ്ടിച്ചത് കേരളത്തിലാണ്. എങ്ങനെയാണ് ഇത്രയധികം വോട്ടുകൾ കാസർഗോഡ് കുറഞ്ഞത്? പിന്നെ വർഗീയത എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി, അത് UDFന്റെ കൂടെയുള്ള കക്ഷി, ഇത് വർഗീയ കക്ഷിയല്ലേ? ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിലകൊള്ളുന്നു, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കക്ഷിയെ കൂടെ കൊണ്ട് നടക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് പറയുന്നത് ഞങ്ങൾ മതേതരക്കാരാണ് എന്ന്. എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. ഈ മുസ്ലിം ലീഗിനെ ചത്തകുതിരയായി കിടക്കുന്ന സമയത്ത് പുനരുജ്ജീവിപ്പിച്ച ആൾക്കാരും എന്റെ ഇടതുഭാഗത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വർഗീയതയെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നതും വളർത്തുന്നതും വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്നതും ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനുമാണ്. ശരി രമേശ്, തിരിച്ചു വരാം. എന്റെ ചോദ്യം അടുത്തത് ശ്രീ മായിനോടാണ്. ശ്രീ മായിൻ, ഇന്ന് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് ദേശീയ തലത്തിൽ വളരെ 50-ൽ താഴെ സീറ്റുകൾ, 49 സീറ്റുകൾ, 46 സീറ്റുകൾ മാത്രം. അതിൽ 12 സീറ്റുകൾ, 9 സീറ്റോളം കേരളത്തിൽ നിന്ന് മാത്രം. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ കൈവിട്ടപ്പോൾ കേരളത്തിൽ മാത്രം 20-ൽ 9 സീറ്റ്, 20-ൽ 12 സീറ്റ് UDFന് കിട്ടുവാൻ തക്കവണ്ണം അത്ര മെച്ചമാണോ കേരളത്തിലെ UDF ഭരണം? ആ UDF ഭരണത്തിന്റെ കാരണം കൊണ്ടാണോ കേരളത്തിൽ 12 സീറ്റുകൾ UDFന് കിട്ടിയത്? അല്ല, ഈ സന്ദർഭത്തിൽ കേരളത്തിലെ UDFന്റെ വിജയം ഞങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഇവിടെ ചർച്ചകളിലും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തന്നെ ആദ്യം തന്നെ CPM നേതാക്കന്മാരെ വെല്ലുവിളിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത് എന്റെ മന്ത്രിസഭയോടുള്ള വിലയിരുത്തലാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കൊണ്ടുപോയ ഒരു മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരമുള്ളപ്പോൾ പോലും കേരളത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും KPCC പ്രസിഡന്റ് VM സുധീരനും അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡല്ലേ? 12ഓളം സീറ്റുകളാണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില പാകപ്പിഴകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് തൃശ്ശൂരും ചാലക്കുടിയിലൊക്കെ തന്നെ സംഭവിച്ചത്. അത് അണികൾ ഏറ്റെടുത്തില്ല എന്നുള്ളത്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കേണ്ടത് CPMന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ ജയിപ്പിച്ചെടുക്കാൻ പോലും പറ്റാത്ത CPMന്റെ പരിതാപകരമായ അവസ്ഥയാണ്. അവരുടെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളായ ബേബിയെ പോലും സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ LDFനെ പോലെയുള്ള CPM പക്ഷത്തുള്ള ആളുകളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കരുത്തു കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ബംഗാളിൽ CPMന് സംഭവിച്ചു. നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അങ്ങനെ ഇപ്പോൾ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെ UDFന്റെ ഒരു കുതിച്ചുകയറ്റമാണ്. അവിടെയൊന്നും UDF പരാജയപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ UDF ശക്തമാണ്. അതുകൊണ്ട് UDFന്റെ കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് CPMും അതുപോലെ തന്നെ മതേതര കക്ഷികളും CPIM വേണം. ഇനിയിപ്പോ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരണമെങ്കിൽ, കാരണം രണ്ട് കൈകളും തളർന്നിരിക്കുക. ആരെങ്കിലും ഒക്കെ എവിടുന്നെങ്കിലും വന്ന് ചാടി പിടിച്ചിട്ടില്ലെങ്കിൽ കൈയല്ല കാലും തളരും, താഴെ വീഴും. ഇല്ല സുരേഷ്, ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തു, പാർട്ടി രണ്ടായി കോൺഗ്രസ് പാർട്ടി. ഈ പാർട്ടി രണ്ടായിട്ട് പോലും കോൺഗ്രസ് പാർട്ടി തിരിച്ചു വന്നു. അതുകൊണ്ട് ഫെനിക്സ് പക്ഷിയെ പോലെ വളർന്നു വരുന്ന
ഇന്ത്യയിലെ മതേതരത്വത്തിന്, ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ വാർഡുകളിലും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒന്നും എഴുതത്തള്ളാൻ പറ്റില്ല. സമയം തരാം അനിൽ. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്ന് ഉയർന്ന് വരാൻ കെൽപ്പുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അത് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം വന്നിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ ഈ കേരളത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയവും കേരളത്തിന്റെ വോട്ടെടുപ്പും അതിന്റെ ഒരു പാറ്റേണും നോക്കുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ജയിച്ചു എങ്കിൽ പോലും ഈ അഹമ്മദ് ഒഴികെ എല്ലാവർക്കും ഭൂരിപക്ഷത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ പോലും NRമായി നേരത്തെ പറഞ്ഞതുപോലെ എത്ര സീറ്റുകളിൽ നിങ്ങൾ ജയിച്ചാലും കൊല്ലത്ത് തോറ്റാൽ എല്ലായിടത്തും തോറ്റതുപോലെ തന്നെയാണ്, അല്ലെ? കൊല്ലത്ത് ഒരു സ്ഥലത്ത് തോറ്റു എന്നുള്ളത് മാത്രമല്ലല്ലോ വിഷയം. കൊല്ലത്ത് തോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം MR മായൻ പറഞ്ഞ അതേ സ്ട്രാറ്റജി വെച്ച് തന്നെ ഒരു കാര്യം സംസാരിക്കാം. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം 3.25 ലക്ഷത്തിന്റെ വോട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ 25,000 വോട്ടിനാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിനെ മൊത്തം എഴുതി തള്ളി എന്നാണോ? രാഹുൽ ഗാന്ധിനെ എഴുതിത്തള്ളി എന്നുള്ളത് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ അതും എഴുതിത്തള്ളി എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ മരുമോൻ ചത്താലും അമ്മായിയമ്മേന്റെ കണ്ണീര് കാണണം എന്നുള്ളതാണ് MR മായിന്റെ എല്ലാം കാഴ്ചപ്പാട്. അതാണ് എന്റെ യഥാർത്ഥ വസ്തുത. കാരണം ഇപ്പൊ ഇവിടെ 8 സീറ്റ്, 4 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷം 8 സീറ്റ് വാങ്ങിച്ചു. 8 സീറ്റ് വാങ്ങിച്ചതിൽ 4 സീറ്റ് അവരുടെ പിടിച്ചെടുത്ത സീറ്റുകൾ അതൊന്നും കാണുന്നില്ല. അത് കാണാതെ മാത്രമല്ല ഈ ജയിച്ച സീറ്റുകളുടെ ഭൂരിപക്ഷം നമ്മൾ നോക്കേണ്ടതുണ്ട്. MA ഷാനവാസിന്റെ വടകര ഇത് കൃത്യമായിട്ട് പറയാൻ, വളരെ ലഘുവായിട്ട് പറയാനേ ഉള്ളൂ. ഈ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണം നടത്തി ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. അതിനെതിരായിട്ടൊരു ജനവികാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അതെങ്ങനെ വർക്കൗട്ട് ആയില്ല എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് എതിരായിട്ട് നടന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ക്യാമ്പയിൻ. അപ്പൊ ഇവിടെ രണ്ടാമത് വന്ന ഇവർ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു, നിങ്ങൾ കേന്ദ്രത്തിൽ പോയാൽ ആർക്ക് സപ്പോർട്ട് കൊടുക്കും? സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ രണ്ടാമത്തെ ഒരു ചിന്ത വേണ്ടയില്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന തടയാൻ ഒന്നുകിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ 4 സീറ്റ് ഉണ്ടായിരുന്നത് 8 സീറ്റായി വർദ്ധിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ ഓരോ മണ്ഡലങ്ങളിലും ഭയപ്പെടുത്തുന്ന വേറൊരു വസ്തുത ഇപ്പം പറഞ്ഞു നിർത്തിയത് രമേശ് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ മലപ്പുറത്ത് 2 ലക്ഷം വോട്ടിനാണ് ആരോഗ്യസ്ഥിതി വളരെ ദയനീയമെന്ന് മാധ്യമങ്ങളും പൊതുജനങ്ങളും വിശ്വസിച്ച നോട്ട പോലും 20,000 വോട്ടിലേറെ ചെയ്തിട്ടുണ്ട് ഈ അഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വമുള്ള സ്ഥലത്ത് മലപ്പുറത്ത്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കൃത്യമായി യാഥാസ്ഥികമായി കേരളത്തിലെ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ സൈനവക്കെതിരായിട്ടുള്ള പ്രചരണം എന്താ നടന്നതെന്ന് പറഞ്ഞാൽ തട്ടമിട്ടില്ല, തട്ടമിടാത്ത മുസ്ലിം സ്ത്രീ ഈ അർത്ഥത്തിൽ പ്രചരണം കൊണ്ടുപോയി യാഥാസ്ഥികമായി തന്നെ വോട്ട് ബാങ്കിൽ കൃത്യമായ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞെടുക്കുകയാണ്. മുസ്ലിം എങ്ങനെ മോഡിയുടെ വർഗീയത എന്ന് പറയുന്നത് പോലെ തന്നെ വേറൊരു വർഗീയത നമ്മൾ കാണാതിരുന്നുകൂടാ. ഇത് സത്യമാണ്. ശരി, അനിൽ തിരിച്ചു വരാം. ഞാൻ മായിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ശ്രീ ലിയോയോട്. അതായത് ഇന്ത്യയിലെ ഒട്ടുമുക്കാലും സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഒരാശ്വാസം എന്നുള്ള നിലയിൽ 12 സീറ്റുകൾ UDFന് കിട്ടി? ഇന്ത്യയിൽ മുഴുവൻ അഴിമതിക്കെതിരെയുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ ജനവിരുദ്ധ നടപടികൾക്കെതിരെയുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് വോട്ടിംഗ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് പ്രതിഫലിക്കാഞ്ഞത്? UDFന്റെ ഭരണം അത്ര മെച്ചമാണോ, അതോ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ, വോട്ടിന്റെയൊക്കെ അടിസ്ഥാനം മറ്റെന്തെങ്കിലുമാണോ? കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ഏട് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ എമർജൻസിക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പ്, അവിടെയും കേരളം വിധി എഴുതിയത് UDFന് അനുകൂലമായിട്ടാണ്, കോൺഗ്രസ് അനുകൂലമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചതിനെ വലിയ അത്ഭുതമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഇവിടെ പക്ഷേ സാഹചര്യം മാറി വരികയാണ് ഉണ്ടായത്. ഇവിടെ സംഭവിച്ച ഒരു കാര്യം നമ്മൾ വ്യക്തമായി കാണേണ്ടത്, CPM പാർട്ടി പ്ലീനം, CPMനെ കൂടി നമ്മൾ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. CPM പാർട്ടി പ്ലീനത്തിൽ പറഞ്ഞത് നേതാക്കൾ ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്നു, നേതാക്കൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കേണ്ടതുണ്ട്, അവരുടെ അഹന്ത അത് എടുത്തു പറയുന്നുണ്ട്, അഹന്തയ്ക്ക് കുറവ് വരുത്തേണ്ടതുണ്ട്. അത് ഇതൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തമായി എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. CPM നേതൃത്വം അഹന്തയുടെ മുകളിൽ സഞ്ചരിക്കുകയായിരുന്നു. അഹന്ത
കൊണ്ട് അഹങ്കാരം കൊണ്ട് നിറഞ്ഞാടിയ ഒരു വ്യക്തമായ നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജനങ്ങളിൽ നിന്നും പാടെ അകന്നു. വ്യക്തമായി പറഞ്ഞാൽ വിമർശിക്കുന്നവന്റെ വായടപ്പിക്കുന്നു, അവന്റെ മുഖമടച്ച് അടി കൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ജനാധിപത്യത്തെ പാടെ മറന്നുകൊണ്ട് സ്വേച്ഛാധിപത്യപരമായ രീതിയിലുള്ള കാര്യങ്ങളുടെ നീക്കുപോക്ക് ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന് കേരളത്തിൽ അടിപതറുവാൻ കാരണമായത്. 4-ൽ നിന്നും 8-ലേക്ക് എത്തി, മുന്നേറ്റം തന്നെയാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പോകാമായിരുന്നു. രാഷ്ട്രീയ സാഹചര്യം ശരിയായ രീതിയിൽ മുതലെടുത്തിരുന്നുവെങ്കിൽ. രാഷ്ട്രീയ സാഹചര്യം വ്യക്തമായും 1 വർഷം മുൻപ് വരെ ഇടതുപക്ഷത്തിന് വളരെ വളരെ അനുകൂലമായിരുന്നു. അതിനുശേഷമാണ് കയ്യിലിരുന്ന സാധ്യത ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM കളഞ്ഞു കുളിച്ചത് എന്നുള്ളത് തന്നെയാണ്. അവരുടെ സ്ഥാനാർത്ഥി നിർണയം, മറ്റ് പാർട്ടികളോടുള്ള സമീപനം, ജനങ്ങളോടുള്ള സമീപനം, പൊതുജനങ്ങൾ, അവരുടെ ഇടയിലുണ്ടായ വിഭാഗീയത, അതായത് ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ അനൌദ്യോഗിക പക്ഷം, VS പക്ഷം, പിണറായി പക്ഷം, ഇങ്ങനെ 2 പക്ഷമായി ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്ന CPM-നെയാണ് നമുക്ക് കാണാൻ. പക്ഷേ അതിലേക്ക് വരാം. അതിൽ ചെറിയ ഒരു പരിശോധന CPIM-ന്റെ കാര്യത്തിലും കോൺഗ്രസിന്റെ കാര്യത്തിലും വേണ്ടതുണ്ട്. കാരണം CPIM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നോക്കണം, തമ്മിൽ തല്ലി സീറ്റ് പോലും ഇല്ല VS-നെ എന്ന് പറഞ്ഞിരുന്ന ഘട്ടം, അതൊക്കെ മാറി VS പോലും ഔദ്യോഗിക പക്ഷത്തെ നേതാവ് തന്നെ ആയി തെരഞ്ഞെടുപ്പിന് നേരിട്ടു. മറിച്ച് KPCC അധ്യക്ഷന്റെ നിർണയത്തെ ചൊല്ലി തല്ലുണ്ടായത് കോൺഗ്രസിലായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് ആ തല്ല് കുറെ കൂടി കരുത്ത് പകർന്നു എന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു പ്രേക്ഷകനുണ്ട്, കേൾക്കാമോ? ഹലോ ഹലോ കേൾക്കാമോ? പറയൂ, പേര് പറയൂ. എന്റെ പേര് സിറാജാണ്. സിറാജ്, എങ്ങനെ കാണുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രകടനത്തെ? ഞാന് ലിയോ പറഞ്ഞ 2-3 നിരീക്ഷണങ്ങളോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. അതായത് ഒന്ന്, നമ്മുടെ കോൺഗ്രസ് ഭരണത്തിന്റെ വളരെ ദയനീയമായിട്ടുള്ള, കോൺഗ്രസ് ഭരണത്തിന്റെയും അതിന്റെ ലീഡർഷിപ്പിന്റെയും വളരെ ദയനീയമായ അവസ്ഥ കൊണ്ട് മാത്രമാണ് BJP ഇത്രമാത്രം മൃഗീയമായ ഒരു ഭൂരിപക്ഷം നേടിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരമ്മയും മകനും നടത്തുന്ന എന്താ പറയാ, വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു അധികാര കേന്ദ്രം. കോൺഗ്രസിന് എടുത്തു പറയാൻ വേറൊരു നേതാവ് പോലും, നട്ടലുള്ള ഒരു നേതാവ് പോലും കോൺഗ്രസിന് ഇല്ലാത്തൊരവസ്ഥ. ഈ സന്ദർഭത്തെ വളരെ ബ്രില്യന്റ് ആയിട്ട് BJP യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഈ ഗ്യാപ്പിന് മുഴുവനും വെല്ലുന്ന രീതിയിൽ ഒരു ഇലക്ട്രൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇവിടെ ഇരുന്ന കോൺഗ്രസിന്റെ മാന്യ സുഹൃത്തും അതോടൊപ്പം തന്നെ CPM-ന്റെ മാന്യ സുഹൃത്തും മനസ്സിലാക്കേണ്ടത്, ഒന്നിൽ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ വല്ല നഴ്സറിയിൽ പഠിപ്പിക്കാൻ പറഞ്ഞേക്കണം. കാരണം അത്ര അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉള്ളു. എത്ര കാലമായി നിങ്ങൾ രാഹുലിനെ പരീക്ഷിക്കുന്നു? എന്താണ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ അദ്ദേഹം നേതാവേ അല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ലിയോ പറഞ്ഞ CPM-നെ കുറിച്ച് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. അതായത് ഇവിടെയുള്ള CPM നേതാക്കന്മാരുടെ അഹന്ത, ആ 3 ജയരാജന്മാരെ വിളിച്ച് പുറത്താക്കിയതിന് CPM എത്ര മെച്ചപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അവരൊക്കെ കാണുമ്പോൾ ജനങ്ങള് ആകെ പേടിക്കുകയാണ്. അതുപോലെ തന്നെ BJPയുടെ സുഹൃത്ത് പറഞ്ഞത് ശവപ്പെട്ടി ജവാന്മാർക്ക് വാങ്ങിയതിന് പോലും അഴിമതി നടത്തിയിട്ടുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് വലിയ ചാരിത്രത്വം ഇവിടെ നടത്തേണ്ടതില്ല. മറിച്ച് BJPക്ക് നരേന്ദ്രമോദി ഈ അവസ്ഥകളെ മുഴുവൻ വളരെ ബ്രില്യന്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം നേതൃത്വത്തിൽ വന്നു എന്ന് മാത്രമാണ് വിഷയത്തിൽ. വളരെയധികം നന്ദി. കൃത്യമായി പറഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വ്യക്തമായ പരാജയത്തിലേക്ക് പോയതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കൃത്യമായി ഒരു നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. അത് ചരിത്രത്തിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ ന്യായീകരണത്തിന് വേണ്ടി NR മായൻ ഇപ്പോൾ പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വയലാർ രവി പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ നിലവാരത്തിലേക്ക് എത്തിയിട്ടുള്ളൂ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രധാനമന്ത്രിയെ നിങ്ങൾ കളിക്കളത്തിൽ നിന്ന് പുറത്താക്കി ചിദംബരത്തിനെ അടുക്കാൻ പോലും, ചിദംബരത്തിന് കളിക്കളത്തിൽ ഇറങ്ങാൻ ചിദംബരത്തിന് ധൈര്യമുണ്ടായില്ല. ഇങ്ങനെ നേതാക്കളൊക്കെ തന്നെ കളി തുടങ്ങും മുൻപ് പരാജയം സമ്മതിച്ച് ഗാലറിയിലേക്ക് മടങ്ങി. അത് തന്നെയാണ് കോൺഗ്രസിന് പറ്റിയത്. അവിടെയാണ് കോൺഗ്രസിന് തന്ത്രപരമായ പാളിച്ച പറ്റിയത്. ഇപ്പോൾ അമ്മയും മകനും ഒരുമിച്ചിരുന്ന് പറയുന്നു ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന്. അത് തന്നെ പറയാൻ പറ്റുള്ളൂ. വേറെ ആരുടെ തലയിൽ കെട്ടിവെക്കാൻ പറ്റും? അല്ല, ഒരു കാര്യം എന്താണെന്ന് പറയാം, തെരഞ്ഞെടുപ്പിൽ എപ്പോഴും വിജയികളാവുന്ന ആളുകൾക്ക് അനുകൂലമായൊരു നിലപാടാണ് നമ്മുടെ രാജ്യത്തൊക്കെ കണ്ടുവരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടു.
ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് ചർച്ചകൾ നടക്കും. ആ ചർച്ചകളിൽ ഈ പാർട്ടിക്കുണ്ടായ പരാജയ കാരണങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ മനസ്സിലാക്കണം, 30,194 കോടി ഡോളർ വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചാണ് മഹാനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാജ്യത്ത് നിന്ന് ഇന്ന് പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറി പോവാൻ പോകുന്നത്. അപ്പൊ ദയവായിരുന്നു തുടരുക. പി സി ജോർജ്, സർക്കാർ ചീഫ് പി സി ജോർജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പി സി ജോർജ്, കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിധിയെഴുത്തായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഇടുക്കിയിൽ എന്തു പറ്റി? പ്രസംഗിക്കുന്നില്ലല്ലോ. ഇന്ത്യ എല്ലാ സംസ്ഥാനവും കോൺഗ്രസ് ഇവിടെ മാത്രം എങ്ങനെ പിടിച്ചു നിന്നു ഉമ്മൻചാണ്ടിയുടെ വാക്കിന്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലാക്കി എന്നതോട് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇടുക്കി അത്ഭുതം സ്വാഭാവിക കേന്ദ്രം ടെലിഫോൺ ലൈനിൽ എന്തോ ചില സാങ്കേതിക തകരാറുണ്ട്. ശ്രീ പി സി ജോർജ്, താങ്കളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന NR മായനായിരുന്നു. NR മായന് തുടരാം. ഇതാണ് അമ്മയും മകനും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോ നമ്മുടെ രാജ്യത്തിന് ഞാൻ പറഞ്ഞു 30,194 കോടി ഡോളർ വിദേശ നാണ്യത്തിന്റെ കരുതൽ സമ്മാനിച്ചു കൊണ്ടുപോകുന്ന പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഇത്ര ശക്തമായി സംരക്ഷിച്ച ഒരു പ്രധാനമന്ത്രി. ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത്, കോർപ്പറേറ്റ്സുകളും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളും അതുപോലെ തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട, ജനാധിപത്യം മതേതരത്വ ശക്തിയെ ശക്തിപ്പെടുത്തേണ്ട ഇടതുപക്ഷം പോലും പലപ്പോഴും BJPക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് തിരുവനന്തപുരത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോ CPM-നുണ്ടാകുന്ന തകർച്ച പോലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ലോകായുക്ത എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം പോലും അനുവദിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. ഇലക്ഷൻ കമ്മീഷനെ 2-3 തവണ അതിലേക്ക് പോവാം. താങ്കൾ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി അനിൽ നൽകേണ്ടതുണ്ട്. അനിൽ, ഇതാണ് നിങ്ങൾ വിജയിച്ച മണ്ഡലമാണ്. PK വാസുദേവൻ നായർ വിജയിച്ച്, പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചൊക്കെ മണ്ഡലമാണ്. നിങ്ങളുടെ ആൾ കൃത്യമായി പാർലമെന്റിൽ എത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. ബെന്നറ്റ് എബ്രഹാം, നിങ്ങൾ വളരെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ബെന്നറ്റ് എബ്രഹാം CPI സ്ഥാനാർത്ഥി എന്തേ 3ാമതായി? അവിടെ നിങ്ങൾ വോട്ട് രാജഗോപാലിന് കൊടുത്തോ? രാജഗോപാൽ 2ാം സ്ഥാനത്ത് എത്തിയത് എങ്ങനെ? വോട്ട് കൊടുക്കുക എന്നുള്ള ആ പറയുന്ന ബാലിശമായ സംസാരം മാത്രമാണ്. ഞാൻ അതിന് മുന്നേ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് ലിയോ എല്ലാം പറഞ്ഞ 2-3 കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഈ ചോദ്യത്തിലേക്ക് വരാൻ പറ്റും. കാരണം കുറച്ച് നേരമായിട്ട് ഇപ്പം മോഡിയുടെ ആ വിജയം ആഘോഷിക്കുന്ന ചിലവിൽ CPM വിരുദ്ധമായിട്ടുള്ള കുറച്ചും കൂടി കുത്തിക്കയറ്റാൻ വല്ലാണ്ട്. കാരണം ലിയോയുടെ സ്ഥിരം ഭാഷയിൽ പറയാം, അഹന്ത, ധാർഷ്ട്യം, ഈ സാധനങ്ങളെ CPM നേതൃത്വത്തിനെ ആരോപിച്ചു കൊടുക്കുക എന്ന് സ്ഥിരം ഒരു ശൈലി സ്വീകരിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ശ്രീ പി സി ജോർജ്, എന്റെ ചോദ്യം താങ്കൾ കൃത്യമായി പറയുകയായിരുന്നു ഇടുക്കിയിൽ എന്താണ് സംഭവിച്ചത് എന്ന്. തുടരാം ശ്രീ പി സി ജോർജ്. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കി സംഭവിച്ചത് കേന്ദ്ര ഗവൺമെന്റ് കസ്തൂരി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ജനങ്ങളുടെ പ്രതികാരം. അത് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള തർക്കങ്ങൾ, പട്ടയം കിട്ടാത്ത പ്രശ്നങ്ങൾ, റബ്ബറിന് വിലയില്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടിയിട്ട പ്രതിഷേധം കൊണ്ട് ഒന്നിച്ചു കൂടിയ ഇടുക്കിയിലെ ജനങ്ങൾ ഇവരെതിരായി പ്രതികരിക്കാൻ നിർബന്ധിതമായി. കാരണം UPയുടെ ഭാഗമാണ് UDF. ആ വിരോധമാണ് ഇടുക്കി സംഭവിച്ചത്. ഇല്ലെങ്കിൽ ഇല്ലാതെ വേറെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇതാണ് സത്യം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒന്ന്, പത്തനംതിട്ടയിൽ വിജയിച്ചു, UDFന്റെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ വിജയിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഏറ്റവും അധികം ബാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട, 2 വയനാട്. ഇവിടെ 2ഇടത്തും UDF സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. ആന്റണി ജനകീയനല്ല, മണ്ഡലത്തിലേക്ക് തിരിച്ചു നോക്കാത്ത നേതാവാണ് എന്നൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു. ആന്റണിയും പറഞ്ഞിരുന്നു പൂഞ്ഞാറിൽ കാല് വാരിയിട്ടുണ്ടെന്ന് സംശയമുണ്ട്, പൂഞ്ഞാറിൽ വോട്ട് കുറഞ്ഞു എന്നൊക്കെ. ഇതൊന്നും ശരിയല്ല എന്നാണോ തോന്നുന്നത്? അതായത് പത്തനംതിട്ട നിയോജകമണ്ഡലത്തിൽ കസ്തൂരി റിപ്പോർട്ട് ഒന്നും കേട്ടിട്ടില്ല. ആകെ 4 പഞ്ചായത്തിലാ. ഇടുക്കിയിൽ 47 പഞ്ചായത്തിലാ.
മറ്റുള്ള ഭാഷയിലാണ് ഇങ്ങനെ മാസ്റ്റർ പ്രവർത്തകർ സംസാരിക്കാൻ പാടില്ല. ആ പത്തനംതിട്ടയിൽ ആകെപ്പാടെ 4 പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ. അത് 4 പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങുകയും അത് വളരെ വ്യക്തമായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ അത് തന്നെയല്ല, നിങ്ങളുടെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും തോന്നിയാക്കിയും തീക്കോയും ഞാൻ തന്നെ നിർബന്ധിച്ചു വന്നതാണ്. അവർ ഉത്തരവാദിത്വം ഏൽക്കുമ്പോൾ രക്ഷിച്ചു എന്ന് വാക്ക് പറഞ്ഞു. ഞാൻ അതിന് മുമ്പ് പറഞ്ഞു, ഇവരെ പറഞ്ഞ വാക്ക് വിശ്വസിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വാക്ക് പറയുന്നു, ഇവർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഞാൻ കാര്യം മാനുഷികരോഗികളല്ലാതെ മാന്യന്മാരാരും പറയല. ശ്രീ പി സി ചെയർമാനുണ്ടല്ലോ, ശ്രീ പി സി ജോർജ്, ഇടുക്കിയിൽ ശ്രീ PT തോമസ് ആയിരുന്നു എങ്കിൽ UDF അനുകൂലമായി, കുറച്ചും കൂടെ അനുകൂലമായി ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകുമായിരുന്നു എന്ന് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? PC തോമസോ? PT തോമസ്. PC തോമസ് എന്താ പ്രസക്തി ഇവിടെ? PT തോമസ്, ശ്രീ PT തോമസ് ആയിരുന്നു ഇടുക്കിയിലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമായിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ? അല്ല, PC തോമസ് പകരമല്ല ഇപ്പോ. അവിടെ പിന്നെ PC തോമസ് മുന്നിലെത്തിയ ആളെ ചോദിച്ചു പറഞ്ഞു. PC തോമസിനെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്, ശ്രീ PT തോമസിനെ പറ്റിയാണ്. സിറ്റിംഗ് MP, മുൻ MP PT തോമസിനെ പറ്റിയാണ്. PT തോമസ് എന്തോ വ്യക്തമായി കേൾക്കുന്നില്ല താങ്കൾക്കെന്ന് തോന്നുന്നു. സിറ്റിംഗ് MP ആയിരുന്ന PT തോമസിനെ ആണ് ഇടുക്കിയിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയിരുന്നത് എങ്കിൽ, ഒരവസരവും കൂടെ PT കൊടുത്തിരുന്നു എങ്കിൽ, അത് ഡീൻ കുര്യാക്കോസിനെ നിർത്തുന്നതിന് പകരം PT ആണ് അവിടെ വന്നതെങ്കിൽ അത് ഗുണം ചെയ്യില്ലായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ഫോൺ കട്ടായി പോയി എന്ന് തോന്നുന്നു. ഇത് കൃത്യമായിരുന്നില്ലേ ശ്രീ NR മായിൽ? ഇടുക്കിയിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയമാണ് ഇടുക്കിയിൽ പാളിയത് എന്ന് പറയണോ, അതോ കേരള കോൺഗ്രസ് എമ്മിലെ ജോസഫ് വിഭാഗം കാലുവാരി എന്ന് വിചാരിക്കണോ? അല്ല, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ല, കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വൈകാരികമായ ഒരു പ്രശ്നമുള്ള സ്ഥലമാണ്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് PT തോമസിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ വൻഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു വരാൻ. പക്ഷേ ഡീൻ കുര്യാക്കോസിനെ തള്ളിക്കളയാൻ പറ്റില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. പക്ഷേ ഇവിടെ ചില പാളിച്ചകൾ ഫ്രാൻസിസ് ജോർജുമായി ബന്ധപ്പെട്ട് ആ സീറ്റിൽ കേരള കോൺഗ്രസ് ഉന്നയിച്ചതുമായ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചിലപ്പോൾ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ PT തോമസ് ആയിരുന്നെങ്കിൽ വിജയിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ് ഞാൻ. ഇവിടെ ഞങ്ങള് അതായത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു തലത്തില്, ഒരു സ്റ്റേറ്റിലെ, ഒരു ഡിസ്ട്രിക്റ്റിലെ, ഒരു പ്രത്യേക ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ഒരു ചർച്ചയല്ല ഇന്നത്തേത്. ഇന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരതത്തിന്റെ ഭാവി ഭരണത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ 2 കാര്യം കൂടി പറയാം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉള്ളതുകൊണ്ട് പറയുകയാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇനി ചിന്തിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തെല്ലാമാണ്, അതായത് ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി. ഇപ്പൊ നമുക്കറിയാം, വികസനമില്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ബാധിക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ, ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായി ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന US. ഇതിലൊരു അഭിപ്രായ വ്യത്യാസം വരുന്ന അവിടെയാണ്. US വിസ നിഷേധിക്കുന്ന നരേന്ദ്രമോദിക്കാണ്. അപ്പോ സാമ്രാജ്യത്വ ശക്തിക്ക് ഏറ്റവും അടുക്കാൻ കഴിയാത്ത ഒരാൾ ആരാണ്? അതായത് ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പൊ അവിടെ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പിക്ചർ. സാമ്രാജ്യത്വ ശക്തികൾക്ക് തൊട്ടുകൂടാത്ത ആളാണ് ശ്രീ നരേന്ദ്രമോദി. രണ്ട് അല്ലല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെയാണ് മാറ്റിയിട്ടില്ല. ശ്രീ നരേന്ദ്രമോദി അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ശ്രീ നരേന്ദ്രമോദി ഇതേവരെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ആര് നിഷേധിക്കില്ല, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വിസ എടുക്കാൻ, ഇന്ത്യയുടെ വിസ എടുക്കാൻ കാത്തു നിൽക്കുന്നതാണ് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞ നേതാവാണ് അദ്ദേഹം. 2 ഡോളർ, നമുക്ക് 61 നിന്നുണ്ടായിരുന്ന ഡോളർ ഇന്ന് 58 വന്നു. ഇത് ഏത് കുത്തക മുതലാളിയാണ്, സാമ്രാജ്യ ശക്തിയാണ് നന്നായി അനുകൂലമായി ബാധിക്കുന്നത്? ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഇൻഫ്ലേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു അടിസ്ഥാനവുമില്ല. രമേശ്, താങ്കൾ പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ വിദേശ നയം
കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയുടെ വിദേശ നയം വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഇന്ത്യയിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കുമുണ്ട്. കഴിഞ്ഞ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ആത്മാവ് തന്നെ ചേരിചേര നയത്തിലൂന്നിയുള്ളതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തിൽ കാര്യമായ മാറ്റം വന്നിരിക്കുന്നു. ഏതോ ഒരു അടിമത്ത മനോഭാവത്തിലേക്ക് ഇന്ത്യയുടെ വിദേശ നയം മാറിയോ എന്നുള്ള ഒരു സംശയം ബലപ്പെട്ടു വരികയാണ്. എന്താണ് BJPയുടെ വിദേശ നയത്തിലുള്ള കാഴ്ചപ്പാട്? UPAയിൽ നിന്ന് മാറി എന്താണ് വിദേശ നയത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് താങ്കളുടെ നിലയിൽ നിന്ന് പറയുവാൻ കഴിയുമോ? തീർച്ചയായും പറയാൻ കഴിയും. കാരണം നമുക്കറിയാം 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ സംശയമല്ല, യാഥാർത്ഥ്യമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, ചൈന നിരന്തരം അരുണാചൽ പ്രദേശിൽ ആക്രമണം നടത്തുന്നു. അവരുടെ ഇന്ത്യയുടെ ഭാഗങ്ങൾ കൊണ്ടുപോകുന്നു. ഇടതുപക്ഷക്കാരന് അതിന് പരാതിയൊന്നും ഇല്ലാത്ത കാരണം പിന്നെ അവിടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. 2, ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറ്റക്കാർ ഇഷ്ടം പോലെ ഭാരതത്തിലേക്ക് വരുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു ഭീഷണിയാവുന്നു. ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ഇന്ത്യയിലേക്ക് കൂടി എഫക്ട് ചെയ്യപ്പെടുന്നു. 3, പാകിസ്ഥാൻ ആർമി, പാകിസ്ഥാനിലെ ISI വന്ന് ഇന്ത്യയുടെ ജവാന്മാരുടെ തല വിച്ഛേദിച്ചു കൊണ്ടുപോയിട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രധാനമന്ത്രി. ഇത്തരത്തിലുള്ള വിദേശ നയങ്ങൾ നമ്മൾ നോക്കിയാൽ അമേരിക്കയ്ക്ക് മാത്രം വേണ്ടി അടിയറവ് വയ്ക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ അതപ്പതിക്കുന്നു. UN-ലും മറ്റും വാജ്പേയി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക ചേരിചേരാ നയത്തിന്റെ തുടർച്ച അത് നഷ്ടപ്പെടുത്തുന്നു. ഇതെല്ലാമാണ് കണ്ടത്. മറിച്ച് ശ്രീ നരേന്ദ്രമോദിയോട് താങ്കൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായ കാര്യം പറഞ്ഞു. ജപ്പാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം കൂട്ടുകയും പണ്ടത്തെ ചേരിചേരാ നയം മുന്നോട്ട് കൊണ്ടുപോകുകയും അതോടൊപ്പം തന്നെ ഭാരതത്തിനെ മുന്നോട്ട് നീക്കിക്കൊണ്ട് ഭാരതത്തിനെ സുശക്തമാക്കിക്കൊണ്ട് ശത്രു രാജ്യങ്ങൾ എന്നതിലുപരി നമ്മൾ സ്വയമായി നന്നാവുന്ന സമയത്ത്, നമ്മൾ ശക്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളും അവരും നമ്മുടെ വികസനം കണ്ട് നമ്മളുടെ കൂടെ തന്നെ വികസനത്തിന്റെ പാതയിലേക്ക് വരാൻ നോക്കും. ഇത്തരത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യക്തമായ ഒരു വിദേശ നയം ശ്രീ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും മുന്നോട്ട് വെക്കുന്നു. ശരി, അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ്, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച അനിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക നയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ മാറി മറ്റൊരാൾ വന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക്, ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരുവാൻ കഴിയുമോ? ശ്രീ ലിയോ, BJPയുടെ കഴിഞ്ഞ ഭരണം നമ്മൾ വിലയിരുത്തുമ്പോൾ UPAയുടെ സാമ്പത്തിക നയവും BJPയുടെ സാമ്പത്തിക നയവും തമ്മിൽ എന്തു വ്യത്യാസമാണ് നമുക്ക് കാണാൻ കഴിയുക? ശ്രീ ലിയോ. തീർച്ചയായും നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതും അടിയന്തരമായി നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുമായിട്ടുള്ള, അത് ആര് ഇന്ത്യ ഭരിച്ചാലും അത്തരത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയുടെ സാമ്പത്തിക നയം എന്ന് പറയുന്നത്. പ്രധാനമായും ഇന്ത്യ തിളങ്ങുന്നു എന്നും അല്ലെങ്കിൽ ഇന്ത്യ 2020 ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നു എന്നും വിഷൻ 2020 ഒക്കെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അടിസ്ഥാന വർഗം ഇപ്പോഴും ട്രെയിൽ ചെയ്യുകയാണ്. അവരിപ്പോഴും കഷ്ടപ്പെടുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കണ്ടെത്തുവാൻ പാടുപെടുന്ന നിരവധി 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ട്. നല്ലൊരു ശതമാനം ഇന്ത്യക്കാർ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന്. അത് തന്നെയാണ് ശ്രീ ലിയോ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പട്ടിണി രേഖയ്ക്ക് താഴെയാണ്, പട്ടിണിയാണ്. 20 രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിൽ. അങ്ങനെയുള്ള ഇന്ത്യക്കാരുടേതാണ് ബില്യൺസ് കണക്കിന് പണം വിദേശ ബാങ്കിൽ കള്ളപ്പണമായിട്ടുള്ളത്. ശ്രീ മായിൻ, എന്തുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോൾ ഈ കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? ശ്രീ മായിൻ. ആദ്യമായി എന്റെ പ്രിയപ്പെട്ട BJP സഹപ്രവർത്തകൻ ചോദിച്ച ഒരു കാര്യമുണ്ടായി തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മുടെ രാജ്യത്ത് കാന്തഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് വിമാനം റാഞ്ചി അവിടെ കൊണ്ടുവച്ചതിന് ശേഷം തീവ്രവാദികളുടെ കൂടെ വിമാനത്തിൽ കയറി തീവ്രവാദികളെ വിട്ടുകൊടുത്ത നേതാവിന്റെ ശിഷ്യനാണ് ജസ്വന്ത് സിംഗിനെ പോലെയുള്ള അവരാണ് ഇന്ന് പാകിസ്ഥാൻ പട്ടാളക്കാർ തലയറുത്തുപോയി എന്നതിന്റെ പേരിൽ വിഷമം കൊള്ളുന്നത്. ഒരു രാജ്യത്തിന്റെ കൊടും തീവ്രവാദിയെയാണ് വിമാനത്തിൽ കൊണ്ടുപോയി അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഇന്ന് ഇദ്ദേഹം ഷെയർ മാർക്കറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇന്ന് ഷെയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ഒരു മൂല്യം വന്നത് അദാനി ഗ്രൂപ്പിന്റെ ഷെയർ വാല്യൂസിനാണ്. അത് അദാനി ഗ്രൂപ്പുമായി ശ്രീ നരേന്ദ്രമോദിക്കുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. ഗുജറാത്തിലെ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം അദാനി ഗ്രൂപ്പിന് പതിച്ചു കൊടുത്ത മനുഷ്യനാണ് നരേന്ദ്രമോദി.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഷെയർ മാർക്കറ്റിൽ മറ്റു കമ്പനികളെക്കാളൊക്കെ കൂടുതൽ ലിക്വിഡേഷനും അതുപോലെ തന്നെ പ്രൈസ് ഒക്കെ ഹൈക്ക് ചെയ്യുന്നത് ഏത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാക്കും. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ ഒരു മാർഗമായി കാണുമ്പോഴാണ് അത് ഹൈക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനു പോലും ഇദ്ദേഹം ഒരു പക്ഷേ കള്ളം പറഞ്ഞിരിക്കാം. പക്ഷെ ഇതൊക്കെ തന്നെയാണ് കോർപ്പറേറ്റുകളുടെ ഒരു ഗീബൽസ്യൻ തന്ത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഹിറ്റ്ലറെ പോലെയുള്ള ആളുകൾക്ക് എത്ര ജനസമ്മതി ഉണ്ടായിരുന്നു. അദ്ദേഹവും വംശാദ്യത്തിൽ കൂടിയാണ് നേതൃത്വത്തിലേക്ക് വന്നത്. വിഷയത്തിലേക്ക് തിരികെ വരൂ. ഇന്ത്യയുടെ പുറത്തുള്ള സ്വിസ് ബാങ്കിലും മറ്റു ബാങ്കുകളിലുമുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണം തിരികെ കൊണ്ടുവരുവാൻ എന്ത് നടപടിയാണ് നിങ്ങൾ 10 കൊല്ലമായി എടുത്തത്? ഒരു നടപടിയും എടുക്കാതിരിക്കുവാൻ എന്താണ് കാരണം? ഈ കള്ളപ്പണം, പുറത്തുള്ള കള്ളപ്പണം തിരികെ വന്നിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ അത് ഉതകുമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇത്ര അമാന്തം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ ശ്രീ മായൻ? അല്ല, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ശ്രീ മൻമോഹൻ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ രാജ്യത്ത് കണ്ടതാണല്ലോ. അതുമാത്രമല്ല, ഞങ്ങളുടെ ഭരിക്കുന്നതിന് മുമ്പേ ശ്രീ വാജ്പേയിയുടെ ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാജ്പേയിയുടെ നേതൃത്വത്തിൽ BJP ഗവൺമെന്റ് ഒക്കെ ഇന്ത്യ ഭരിച്ചില്ലേ? അപ്പോ ഇന്ത്യ ഭരിച്ച ഗവൺമെന്റ് ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയിട്ടുള്ള ഒരു നയരൂപീകരണം അക്കാര്യത്തിലുണ്ട്. ഇതാണ് ശ്രീ അനിൽ, ഇന്ത്യ ഈ BJP ഭരിച്ചാലോ കോൺഗ്രസ് ഭരിച്ചാലോ പുറത്തുള്ള ഇന്ത്യക്കാരന്റെ കള്ളപ്പണം തിരികെ കൊണ്ടുവരാൻ ഒരു കാര്യവും ഇവരാരും ചെയ്യില്ല എന്നുള്ള തോന്നലിലേക്കാണോ നമ്മളൊക്കെ എത്തേണ്ടത്? തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നയപരമായി എന്താ പറയുക, സാമ്പത്തിക ശാസ്ത്രപരമായി ഈ രണ്ട് കക്ഷികളും തമ്മിൽ വലിയ അകലമില്ല. ബദൽ ഒരു സാമ്പത്തിക നയം പോലും BJP ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. BJPയുടെ ബദൽ സാമ്പത്തിക നയം കോൺഗ്രസിൽ നിന്ന് മാറുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഇന്ന് മോഡി ട്വീറ്റ് ചെയ്തതുപോലെ ജനങ്ങളുടെ വിജയം എന്ന് പറയാൻ പറ്റൂ. കാരണം ഒരേ സാമ്പത്തിക നയം, ഒരേ അജണ്ട, ഈ അജണ്ട തന്നെ വീണ്ടും ഇതേ അജണ്ട തന്നെ നടപ്പിലാക്കുക, അതിന് കുറച്ചുകൂടി സ്പീഡ് കിട്ടും എന്നുള്ളതാണ് മോഡി ഭരണത്തിൽ വരുന്നതോടുകൂടി നടക്കുന്ന വികസനം എന്ന് പറയുന്ന ഈ അജണ്ട പ്രവർത്തിക്കപ്പെടുന്നത്. അതാണ് അതിന്റെ സത്യം. അപ്പം തീർച്ചയായും കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഈ വിദേശ നിക്ഷേപം, കള്ളപ്പണം പുറത്തേക്ക് കൊണ്ടുവരുവാൻ എന്തായാലും ശരി, ഇത് കോർപ്പറേറ്റുകളുടെ പണമാണ്. ഇത് വിന്യസിച്ചിരിക്കുന്നത് ഇവിടെയുള്ള വൻകിട മുതലാളിമാരാണ്. ഇവർ ഒരു കാരണവശാലും കോൺഗ്രസിന് കൊടുത്ത പിന്തുണ BJPക്ക് ഇപ്പോൾ കൊടുത്തതുപോലെ തന്നെ കൊടുക്കുന്നിടത്തോളം കാലം ഈ കള്ളപ്പണം വെളിയിൽ വരാനുള്ള സാധ്യതയും വിരളമാണ് എന്ന് തന്നെയാണ്. അതിലൊരു മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കള്ളപ്പണത്തിന്റെ സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തിരിച്ചു വരാം. ആ സ്റ്റേറ്റ്മെന്റ് താങ്കളുടെ കള്ളപ്പണം 5 വർഷത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരുമെന്ന് ശ്രീ നരേന്ദ്രമോദിയും BJPയും മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും എനിക്ക് ഈ കാര്യത്തിൽ തന്നെ ഒരു ചെറിയ ചോദ്യം കൂടെ ലിയോയോട് ചോദിക്കാനുണ്ട്. ഇന്നിവിടെ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന്റെ വികസനത്തിനുള്ള ഒരു നാന്ദിയായിട്ട് മാറുമോ എന്നുള്ള, ഒരു അളവുകോലിന്റെ നാന്ദിയായി മാറുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇന്ന് 2 പേരും ഇവിടെ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് എത്ര മുമ്പോട്ട് പോയി, ഏതൊക്കെ ഷെയർ വില കൂടി എന്നുള്ളതാണ്. ഇത് തന്നെ ആയിരിക്കുമോ അടുത്ത 5 വർഷക്കാലം ഇന്ത്യയുടെ സാമ്പത്തിക നില അളക്കുവാനുള്ള അളവുകോലായി ഇവരൊക്കെ കാണാൻ പോകുന്ന ശ്രീ ലിയോ? ഇവിടെ പറയുമ്പോ നട്ടലുള്ള തന്റെ ഇടമുള്ള ഭരണാധികാരികളാണ് ഇന്ത്യക്ക് വേണ്ടത്. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പറയുമ്പോൾ ഇത്തരത്തിൽ കോർപ്പറേറ്റുകളുടെ ആരോപണം അന്യോന്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ 2 കൂട്ടരും മോശമല്ല. റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ BJPയും കോൺഗ്രസുമാണ് കോർപ്പറേറ്റുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ സംഭാവനകൾ കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് നമുക്കറിയാം. അപ്പോൾ ആരും മോശക്കാരല്ല എന്ന് ചുരുക്കം. ഞാൻ ലിയോയിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA, മുസ്ലിം ലീഗ് നേതാവ് നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, IUMLന്റെ 2 സീറ്റുകളും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് പറയാം. 2 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം അഹമ്മദിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം തന്നെ. പക്ഷേ പൊന്നാനിയിൽ 25,000 അടുത്തേക്ക് ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് കുറഞ്ഞു, ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊന്നാനിയിൽ ഇതുതന്നെയാണോ UDFന്റെ ശക്തി? യഥാർത്ഥ വോട്ട് തന്നെയാണോ 25,000 ലീഡ് എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ്. കാരണം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് മലപ്പുറത്ത് മത്സരിച്ചത് 2 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നത്.
എന്ന് മാത്രവുമല്ല മലബാർ മേഖലയിൽ കോഴിക്കോട്ടും വടകരയിലും ഒക്കെ മികച്ച വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു. വയനാട്ടിലും വിജയമുണ്ടായി എന്ന് മാത്രമല്ല കാസർഗോഡും കണ്ണൂരിലും ഒരു നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നിടത്തൊക്കെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചെയ്ത പ്രവർത്തനത്തെ ആർക്കും ചെറുതായി കാണാൻ കഴിയില്ല. പൊന്നാനിയിൽ അതോടൊപ്പം തന്നെ നല്ല വിജയമുണ്ടാക്കി. പൊന്നാനിയിലെ ഈ വിജയത്തിന്റെ ഒരു തിളക്കം എന്ന് പറയുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം എല്ലാ ശക്തികളും മുസ്ലിം ലീഗിനെതിരെ അടിയുറച്ചു എന്നൊരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ET മുഹമ്മദ് ബഷീറിന് കിട്ടിയ ഭൂരിപക്ഷത്തിൽ നിന്ന് 26,000 വോട്ടാണ് ഇത്തവണ SDPയുടെ വോട്ടായി കുറയുന്നത്. അതുപോലെ തന്നെ 10,000-ഓളം വോട്ടാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്ന വോട്ടായി കുറയുന്നത്. ഇങ്ങനെ ഏകദേശം ഒരു 37,000-ഓളം വോട്ടുകൾ ആ രീതിയിൽ കുറയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് പ്രാദേശികമായി നേതൃത്വം കൊടുത്തിരുന്ന ഒരാള് LDF സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായ ചില അടിയൊഴുക്കുകൾ ഉണ്ടായി. പൊന്മുണ്ടം പോലെയുള്ള മേഖലയിലൊക്കെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി തന്നെ കോൺഗ്രസിന് പിരിച്ചുവിടേണ്ടി വന്നു. പക്ഷെ അവർ അവിടെ തന്നെ അടിയുറച്ചു നിന്നു. അതുകൊണ്ടുണ്ടായ ചെറിയ പ്രയാസങ്ങൾ പര്യടനങ്ങളിൽ ഉണ്ടായി എന്ന് മാത്രമല്ല മുമ്പെങ്ങില്ലാത്ത വിധം പണത്തിന്റെ ഒരു ഒഴുക്കാണ്. ഈ ഒരിക്കലും ഇടതുപക്ഷ മുന്നണിക്ക് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ കഴിയാത്ത വിധം അത്രയേറെ പണക്കൊഴുപ്പോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് എല്ലാവിധ വെല്ലുവിളിയെയും അതിജയിച്ചുകൊണ്ടാണ് ET മുഹമ്മദ് ബഷീർ വിജയിച്ചത് എന്നതുകൊണ്ട് തന്നെ ബഷീറിന്റെ വിജയത്തിന് തിളക്കമേറുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. മറ്റ് ഒരു വിഷയം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പൊന്മുണ്ടം, അറവങ്കര ആ മേഖലയിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ കോൺഗ്രസിൽ ഒരു അടിയൊഴുക്കുണ്ടായി എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ കോൺഗ്രസ് IUML-നെ ET മുഹമ്മദ് ബഷീറിനെ കാലുവാരിയോ മനഃപൂർവ്വം? ഒന്ന് ഇതേ ഒരു സംശയമാണ് വടകരയിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ളത്. കാരണം വടകരയിലെ വോട്ട് ലീഡ് എന്ന് പറയും, ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്രയോ കുറഞ്ഞു. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇത്ര കുറച്ച് വോട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെ കൊടുവള്ളിയിൽ അടക്കം ലീഗ് നിഷ്ക്രിയമാണ്, പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി ആദ്യ സമയത്തുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ടിടങ്ങളിലെയും ഒരു പരാതി പരസ്പരം ബന്ധിപ്പിക്കേണ്ടതല്ലേ? കോൺഗ്രസ് കാലുവാരിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം എന്താണ്? അങ്ങനെ അത് ഇടതുപക്ഷത്തോടൊപ്പം നിന്നവരെ പുറത്താക്കുക മാത്രമല്ല കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ വന്നുകൊണ്ട് ET മുഹമ്മദ് ബഷീറിന്റെ വിജയത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ കാണിക്കേണ്ട എല്ലാവിധ മാന്യതയും അവരുടെ നേതൃത്വം കാണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. പിന്നെ ഓരോ പ്രദേശങ്ങളിൽ വോട്ട് കുറഞ്ഞതൊക്കെ അവിടെയൊക്കെ കാലുമാറി എന്ന് വ്യാഖ്യാനിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ കാലുവാരൽ കൊണ്ടായിരുന്നോ സിദ്ദീഖ് അവിടെ 60,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കരുണാകരൻ 4,000-ത്തിലേക്ക് ചുരുങ്ങിയത്? ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പൊന്നാനിയുടെ വോട്ടിന്റെ പഠനം കൃത്യമായി നടത്തിയാൽ കഴിയുന്ന ഒരു കാര്യം, ഈ എല്ലാവിധ ശക്തികളും ഒരുമിച്ച് നിന്നാലും ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇനി തോൽപ്പിക്കാൻ കഴിയാത്ത വിധം സുദൃഢമാണ് ഇന്ന് പൊന്നാനിയുടെ മണ്ണി എന്ന് തെളിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിധിയെഴുത്ത് എന്ന് പറയുമ്പോൾ ഈ 12 സീറ്റിൽ നിലവിലുണ്ടായിരുന്ന 6-ൽ 4 നഷ്ടപ്പെട്ട് 12 സീറ്റിലേക്ക് കുറയുമ്പോൾ സംസ്ഥാന സർക്കാരിനുള്ള അംഗീകാരമാണോ അതോ സംസ്ഥാന സർക്കാരിലുള്ള അംഗീകാരത്തിന്റെ കുറവാണോ, വിശ്വാസക്കുറവാണോ കാണുന്നത്? അല്ല, വലിയ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികള് എല്ലായിടത്തും നടത്തിയ അവരുടെ വികസന പ്രവർത്തനങ്ങൾ, അവരുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. എന്റെ നിയോജകമണ്ഡലമായ താനൂരിന്റെ തീരപ്രദേശങ്ങളിലൊന്നും ഒരു പോർവം ഏൽപ്പിക്കാൻ കഴിയില്ല. താനൂർ പഞ്ചായത്തിൽ 5,000 വോട്ടിന്റെ ലീഡാണ് നേടിയത്. മികച്ച വികസന പ്രവർത്തനങ്ങൾ നടന്ന പഞ്ചായത്തുകളൊന്നാണത്. എല്ലായിടത്തും ഞങ്ങൾക്കൊക്കെ തന്നെ വികസന പ്രവർത്തനം നടത്തിയ മേഖലകളിലൊക്കെ തന്നെ നന്നായി ഈ വെല്ലുവിളിയൊക്കെ അതിജയിച്ചുകൊണ്ട് തന്നെ ETക്ക് വിജയിക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായും UDFന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി ഒരു അംഗീകാരമുണ്ട്. അതേസമയത്ത് വികസന പ്രവർത്തനത്തെ പോലും രാഷ്ട്രീയമായി UDFന് എതിരാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങളാണ് ദേശീയപാത സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷം വോട്ട് കുറയ്ക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ ഇവരുടെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നന്ദി ശ്രീ അബ്ദുൾ റഹ്മാൻ ഞണ്ടത്താണി.
പ്രേക്ഷകർക്കായി ഒരു പ്രത്യേക ന്യൂസ് ബ്രേക്കിംഗ് ചെയ്യാനുണ്ട്. ഇടുക്കി ബിഷപ്പിനെതിരെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം പടക്കം എറിഞ്ഞിരിക്കുന്നു. അത്താഴം കഴിച്ച ശേഷം ബിഷപ്പ് ഹൗസിലേക്ക് വരുമ്പോഴാണ് പടക്കം എറിഞ്ഞത്. ശ്രീ മായിൻ, ഇങ്ങനെയൊക്കെ ക്ഷമ നശിക്കേണ്ടവരാണോ കേരളത്തിലെ വോട്ടേഴ്സും സ്ഥാനാർത്ഥികളും അവരുടെ ആൾക്കാരുമൊക്കെ? ബഹുമാന്യനായ ബിഷപ്പിനെതിരെ പടക്കം മാത്രമല്ല, അദ്ദേഹത്തെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു രീതി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ആരെങ്കിലൊക്കെ തന്നെ ആസൂത്രിതമായി നടത്തുന്ന ശ്രമമായിരിക്കും. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ജീവന് സുരക്ഷിതത്വവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തും പറയാനുള്ള അവകാശവും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കാനേ പാടില്ല. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു തലത്തിലും കോൺഗ്രസ് പാർട്ടിയോ UDF തയ്യാറല്ല. ഇത് ആരെങ്കിലും മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശ്രീ നമുക്ക് ചർച്ചയിലേക്ക് തിരികെ വരാം. ശ്രീ രമേശ് പറഞ്ഞെടുത്ത് തന്നെയാണ് നമുക്ക് തുടങ്ങേണ്ടത്. എന്താണ് ഇനിയും ഒരു സാധാരണ ഇന്ത്യക്കാരൻ, 120 കോടിയോളം വരുന്ന സാധാരണ ഇന്ത്യക്കാരൻ അടുത്ത 5 വർഷം ഈ മോഡി ഭരണത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? നമ്മുടെ ഓരോ തലങ്ങൾ എടുത്തു നോക്കിയാൽ, വിദ്യാഭ്യാസ തലമായാലും ആരോഗ്യ രംഗമായാലും പാർപ്പിട രംഗമായാലും സാമ്പത്തിക രംഗമായാലും അങ്ങനെ ഏത് രംഗം എടുത്തു നോക്കിയാലും ഇന്ത്യ ഇനിയും പ്രകടനങ്ങളിലോ പ്രകടന പത്രികകളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട വികസനം മാത്രമല്ല, യഥാർത്ഥ വികസനത്തിലേക്ക് നാം മുന്നേറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വർഷം 17.5 ലക്ഷം കുട്ടികൾ മരിച്ചു വീഴുന്ന, പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന രാജ്യമാണ് ഇന്ത്യ. എന്താണ് ശ്രീ രമേശ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയുവാനുള്ളത്? ഇന്ത്യയുടെ പട്ടിണി മാറ്റുവാൻ, ഇന്ത്യയുടെ ആരോഗ്യ രംഗത്ത് പുരോഗതി കൊണ്ടുവരാൻ, സമഗ്രമായ പുരോഗതി കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുവാൻ സാധ്യതയുള്ളത്? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി മാനിഫെസ്റ്റോയിൽ വെച്ചിരിക്കുന്നതും അതുതന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാനിഫെസ്റ്റോ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്കൊന്ന് മനസ്സിലാവും. ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഒരു സാധനം പോലും ഫ്രീ ആയി കൊടുക്കുമെന്നുള്ള ഒരു ആശയവും മുന്നോട്ട് വെച്ചില്ല. മറിച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ തൊഴിൽ കൊടുക്കും ജനങ്ങൾക്ക്. ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങൾ പട്ടിണി പാവങ്ങളാണെങ്കിൽ പോലും അവർ യാചകരല്ല എന്ന് പറഞ്ഞ ഒരു ശക്തനായ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ മറ്റുള്ള എല്ലാ കക്ഷികളും എന്തൊക്കെയാണ് ചെയ്യുന്നത്? എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് പറയുന്ന സമയത്ത് ഒരു നേതാവ് പറയുന്നത് ഇതിനാണ് ശക്തനായ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അദ്ദേഹം പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയുണ്ടായി. നമ്മുടെ ശൗചാലയങ്ങളില്ല, അമ്പലങ്ങളും പള്ളികളുമല്ല നമുക്ക് വേണ്ടത്, ശൗചാലയങ്ങളാണ് നമുക്ക് നിർമ്മിക്കേണ്ടതെന്ന് ശക്തമായി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. റോഡുകളുടെ വികസനം വന്ന സമയത്ത് ഗുജറാത്തിൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ അമ്പലങ്ങളും പള്ളികളും ഈ റോഡരികിൽ, അതായത് പബ്ലിക് പ്ലേസുകളിൽ ഉണ്ടായിരിക്കും. ഇത് പൊളിച്ചു മാറ്റിയപ്പോൾ VHPയുടെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭമാണ് ഗുജറാത്തിൽ നടന്നത്. മാധ്യമപ്രവർത്തകനായ ലിയോയ്ക്ക് അറിയുമായിരിക്കും അത്. വൻ പ്രക്ഷോഭം നടന്ന സമയത്ത് അതിനെ ഒന്നും വകവെക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യങ്ങൾ പബ്ലിക് പ്ലേസിലല്ല ഇത് വെക്കേണ്ടതെന്ന് പറഞ്ഞ് മാറ്റിക്കളഞ്ഞ് അവിടെ റോഡ് പണിത ആളാണ് ശ്രീ നരേന്ദ്രമോദി. നരേന്ദ്രമോദി എന്നും നിന്നിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിനറിയാം പട്ടിണി കിടക്കുന്നതിന്റെ വേദന. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തിക്ക് അറിയില്ല പട്ടിണി കിടക്കുന്നവരുടെ വേദന. അതുകൊണ്ട് തന്നെ ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയങ്ങൾ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പേടി, അതുകൊണ്ടാണ് പാകിസ്ഥാന് പേടി, അതുകൊണ്ടാണ് ഇവിടുത്തെ സാമ്രാജ്യത്വ കുത്തുകൾക്ക് പേടി, അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്കൊക്കെ പേടി. ഞാൻ ചോദിക്കട്ടെ, അദാനിക്ക് 1,00,000 ഏക്കർ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1,00,000 ഏക്കർ എത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. അതാണ് താങ്കളുടെ പ്രശ്നം. പലപ്പോഴും ചർച്ചകളിൽ ഓവർ സ്മാർട്ട് ആണ്, അതവിടെ തെറ്റ്. അത് സത്യസന്ധമാണെന്ന് പറയട്ടെ, അതിന് മാന്യമായിട്ട് പ്രതികരണം കൊടുക്കുക. അറിയില്ല, ചർച്ചയിൽ കേൾക്കുന്നതാണ്. മാന്യമായ രീതിയിൽ ഉത്തരം കൊടുക്കുക, കൊഞ്ഞനം കാട്ടുന്ന സമീപനം മാറ്റിയ. അദാനിക്ക് ലിയോ ഇരിക്കുന്നതുകൊണ്ട് തന്നെ, ലിയോ വളരെ ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളായതുകൊണ്ട് ലിയോയ്ക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കും. അദാനിക്ക് ഏറ്റവും കൂടുതൽ ഭൂമി പതിച്ചു നൽകിയത് BJP സർക്കാരായ ഗുജറാത്ത് ഗവൺമെന്റ് അല്ല, ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകളാണ്. അദാനിക്ക് ഇതുവരെ ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം 70% അദാനിക്ക് ഭൂമി കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസ് റൂളുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ്. രണ്ട് പ്രേക്ഷകർ കുറച്ച് സമയമായി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ദയവായി ക്ഷമിക്കുക. MT രമേശ്, അതേപോലെ തന്നെ TR രമേശ്, അതേപോലെ തന്നെ ശ്രീ മായിൻ, എല്ലാവരിലേക്കും തിരിച്ചു വരാം. പ്രേക്ഷകരിലേക്ക് പോകുന്നു. ഹലോ, കേൾക്കാമോ? ഹലോ, ദയവായി ക്ഷമിക്കുക, ഇത്രയും സമയം ഹോൾഡ് ചെയ്യേണ്ടി വന്നതിൽ ദയവായി ക്ഷമിക്കുക. പേര് പറയൂ, അഭിപ്രായം പറയൂ. ഹലോ 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 പറഞ്ഞോളൂ, കേൾക്കാം.
ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം എന്ന് പറഞ്ഞാല് വളരെയധികം കാലത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു സുസ്ഥിരമായ ഒരു ഭരണകൂടം വരാൻ പോകുന്നു. അത് മോഡിയുടെ ആയിക്കോട്ടെ, ഭാരതീയ ജനതാ പാർട്ടി ആയിക്കോട്ടെ, മുസ്ലിം ലീഗിന്റെ ആയിക്കോട്ടെ, കേരള കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, ഇന്ത്യൻ കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, ആരുടെ ആയാലും ഇന്ത്യയിൽ ഒരു സുസ്ഥിര ഭരണം വരാൻ പോകുന്നു. അതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. ഇന്ത്യ ലോകത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ, ഏറ്റവും നല്ലൊരു രാജ്യമായിട്ട് മാറാൻ പോകുന്നു. ഇന്ത്യ തൊടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള ലെവലിലേക്ക് ഇന്ത്യ മാറാൻ പോകുന്നു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. വളരെയധികം നന്ദി. ഒരു പ്രേക്ഷകൻ കൂടെ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം കുറച്ച് സമയമായി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പറയൂ, പേര് പറയൂ. റോബിൻ, വിധിച്ചതുപോലെ തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ? ദേശീയ തലത്തില് വിധിച്ചതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ വന്നതനുസരിച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ മാൻഡേറ്റിനെ അംഗീകരിക്കാം. BJPക്ക് അടുത്ത 5 വർഷം ഭരിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷപാതപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ അവർ പ്രവർത്തിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി വരും തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും സമഗ്രമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ കേരളത്തിൽ നമുക്കിത് കോൺഗ്രസിന്റെ ഈ ഒരു ഏറ്റ തിരിച്ചടി എന്തുകൊണ്ടുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലുണ്ടായ ഒരു ദുർഭരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ചില മന്ത്രിമാരും ചില ആൾക്കാരുടെയും ഒരു ഭരണം ജനവിരുദ്ധമായിരുന്നു, ജനവികാരത്തിനെതിരായിരുന്നു, ജനങ്ങൾക്കെതിരായിരുന്നു അവരുടെ ഭരണം. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അത് പൂർണ്ണമായിട്ട് UPA ഗവൺമെന്റിനെ ആക്ഷേപിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ശരിക്കും വളരെയേറെ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നിരുന്നാലും ചിദംബരം, വീരപ്പ മൊയ്ലി, വയലാർ രവി അടക്കമുള്ള കുറെ മന്ത്രിമാർ, ഞാൻ ഏതാനും പേരുടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ, അവർ മാത്രമല്ല വേറെയും കുറെ മന്ത്രിമാർ ജനവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ഒരു തിരിച്ചടിയാണ്. പിന്നെ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന അലുവാലിയ ഒരിക്കൽ പറയുകയുണ്ടായി, 40ആണോ 60ആണോ ഞാൻ ഓർക്കുന്നില്ല, അത്രയും രൂപയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഇന്ത്യക്കാരന്, ഒരു സാധാരണക്കാരന് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം. അദ്ദേഹം ഒരു ബാത്റൂം ഉണ്ടാക്കിയത് എത്ര രൂപയ്ക്കാണെന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത്. അതേസമയം കേരളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കേരളത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകാതിരുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് വളരെ ഫലപ്രദമായിട്ട് ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു വളരെയേറെ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതില് ഈ ജനവിധി ഒലിച്ചു പോകാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ശരി, റോബിൻ വിളിച്ചതിന് വളരെ സന്തോഷം. ശ്രീ അനിൽ, നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയം ഒരു 10-20 മിനിറ്റോട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പറ്റി ഒരു സംശയം എനിക്ക് താങ്കളോട് ചോദിക്കുവാനുള്ളത്, കേരളത്തിലെ പ്രചരണ രംഗം മുഴുവൻ സരിതമയമായി പോയോ? കേന്ദ്രത്തിൽ നടത്തിക്കൊണ്ടിരുന്ന UPAയുടെ അഴിമതിയും മറ്റുള്ള കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയോ? അതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് സമയത്തെ ഫോക്കസ് മാറിപ്പോയത് തന്നെ ആയിരുന്നോ കാരണം എന്നാണ് ചോദിക്കുവാനുള്ളത്. അല്ല, അത് ഇടതുമുന്നണി കേരളത്തിൽ പ്രചരണം നടത്തിയത് മുന്നിൽ വെച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ മുൻനിർത്തി തന്നെയാണ് പ്രചരണം നടത്തിയത്. പക്ഷെ ഇതിനിടയിൽ നടന്ന ചില കോടതിയുടെ പരാമർശങ്ങളും സരിതയെ ചൊല്ലിയുള്ള പരാമർശങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നുള്ളൊരു വസ്തുതയാണ്. എന്ന് വിചാരിച്ച് ജനങ്ങളിടയിൽ സംസാരിച്ച സമയത്ത് പ്രകടനങ്ങളിലും പൊതുയോഗങ്ങളും ഇടതുപക്ഷ നേതാക്കൾ ഉയർത്തിക്കാട്ടിയത് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക തന്നെയാണ്. അത് എത്രമാത്രം പ്രവാസ ലോകത്തിരുന്ന് നമ്മൾ വീക്ഷിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞു. അവിടെ ഓരോ വീടുകളിലും കയറി ക്യാമ്പയിൻ നടത്തിയപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ട ചില നടപടികൾക്കെതിരായിട്ട് തന്നെയാണ് ക്യാമ്പയിൻ നടന്നത്. അല്ലാണ്ട് സരിതാമയം എന്നുള്ളൊരു വാക്ക് അത്ര പറയേണ്ട ആവശ്യമില്ല. കാരണം സരിതാമയം ഉണ്ടായിട്ടുണ്ട്. അത് അത് സാധാരണ ചാനലുകളിൽ ഈ കോടതിയുടെ പരാമർശം സരിത അബ്ദുള്ളക്കുട്ടിയുടെ മൊഴി കൊടുക്കുന്നു എന്നെല്ലാം വന്നപ്പോൾ ഈ ചർച്ച നടന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇടതു മുന്നണി അതുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് 4 സീറ്റിൽ നിന്നും 8 സീറ്റ് ആവാൻ കഴിഞ്ഞതും. UDFന്റെ വളരെ ശക്തമായ വയനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇത്രമാത്രം താഴ്ത്താനും പറ്റിയത് ഇടതുമുന്നണിയുടെ കൃത്യമായ പ്രചരണം. ശരി അനിൽ, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ലിയോ, ഇപ്പോൾ രമേശ് പറഞ്ഞതുപോലെ തന്നെ
സാമ്പത്തിക നയത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ NDA ഗവൺമെന്റ്, പ്രത്യേകിച്ച് മോഡിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് ആദ്യമായി ഇവരോട് ചോദിക്കുവാനുള്ളത് പെട്രോൾ വില അത് നിയന്ത്രിക്കുവാനുള്ള അവകാശം കമ്പനികളിൽ നിന്നും മാറ്റി കേന്ദ്ര ഗവൺമെന്റിലേക്ക് മാറ്റുമോ എന്നല്ലേ? അതായത് പെട്രോൾ വില കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും മാറ്റി കമ്പനികളുടേതായതുകൊണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് ഇങ്ങേയറ്റത്തുള്ള സംസ്ഥാനമായിട്ടുള്ള കേരളവും അതിലെ ജനങ്ങളുമാണ്. ഇതും മാറ്റി പെട്രോൾ വില പണ്ടത്തേതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലേക്ക് തിരികെ കൊടുക്കുവാൻ, അത് നിയന്ത്രിക്കുവാനുള്ള അവകാശം തിരികെ കൊടുക്കുവാനായി എന്തെങ്കിലും സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതിനുള്ള അടിയന്തരമായുള്ള ഒരു സാധ്യത കാണുന്നില്ല. പക്ഷേ നിരവധി ചോദ്യങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ അധികാരമേൽക്കാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത, അത് നിരവധി ചോദ്യങ്ങൾ നമുക്ക് വയ്ക്കാനുണ്ട്. നരേന്ദ്രമോദി ഒരിക്കലും തൊട്ടുകൂടാത്ത വ്യക്തിയായി മാറ്റി നിർത്തേണ്ട കാര്യമില്ല, വർഗീയവാദിയായി ചിത്രീകരിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. തിരിച്ചു വരാം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം ശ്രീ ജേക്കബ് ജോർജ്. ഹലോ. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താണ്? UDFന് 4 സീറ്റ് കുറഞ്ഞിരിക്കുന്നു, LDFന് 4 സീറ്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് കപ്പിനും ലിപ്സിനും ഇടയിൽ BJPക്ക് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ മുഴുവൻ മോഡി തരംഗം. കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ മൊത്തം സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഹലോ. നോക്കിയാലേ രണ്ട് മുന്നണികളും നേട്ടമുണ്ടാക്കി എന്ന് പറയാൻ ഒരു വിധത്തിൽ പറഞ്ഞാലേ, ഇപ്പൊ നിയമസഭാ കക്ഷികളുടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ 12 ലോക്സഭാ സീറ്റിൽ നിന്ന് അവർക്ക് ലഭിച്ചത് 80 നിയമസഭാ സീറ്റിലെ വിജയമാണ്. അതേസമയം ഇടതുമുന്നണിക്ക് 56 സീറ്റിലെ വിജയം മാത്രമേ ഉള്ളൂ. പക്ഷേ ലോക്സഭാ സീറ്റിന്റെ എണ്ണം അവർ 4-ൽ നിന്ന് 8-ആക്കി ഉയർത്തി. BJPക്ക് തിരുവനന്തപുരം സീറ്റ് കിട്ടി എന്ന് എത്തിയെങ്കിലും അവസാനം കിട്ടിയില്ല. പക്ഷേ ആകെ നോക്കുമ്പോഴത്തേക്ക് 4 നിയമസഭാ സീറ്റിൽ അവർ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ BJPക്കും അത് നേട്ടമാണ്. തീർച്ചയായിട്ടും ഈ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയപ്പോൾ, കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത നിരവധി സംസ്ഥാനങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് വലിയ പരുക്കൊന്നുമില്ലാതെ കേരളത്തിൽ മാത്രം UPIയുടെ UDF എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല. കേരളത്തിലെ കാര്യം, കേരളത്തിലെ ഒന്നാമത് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു സാന്നിധ്യം ഏതാണ്ട് ശതമാനം വരും അവർ തന്നെ. അവരുടെ സജീവമായ ഇടപെടൽ രാഷ്ട്രീയത്തിലുള്ള. രണ്ടാമത് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇടതുപക്ഷ ശക്തികളും ഐക്യജനാധിപത്യ മുന്നണിയും 2 വലിയ ചേരികളാക്കി ഉയർന്നു നിൽക്കുകയാണ്. ഇവർക്കിടയിലൂടെ ഒരു സ്പേസ്, മൂന്നാമതൊരു സ്പേസ് ഉണ്ടാക്കി വളർന്നു വരാൻ BJPക്ക് ഇവരെയും കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാലമായിട്ട് നിയമസഭയിലോ ലോക്സഭയിലോ ഒരു അക്കൗണ്ട് തുറക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. രാജഗോപാൽ തിരുവനന്തപുരത്ത് ജയിക്കും എന്നൊരു സാഹചര്യം ഉണ്ടായി അടുത്തു വന്നു. പക്ഷേ അവസാനം തെറ്റിദ്ധരിച്ച് ജയിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റി ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കുറച്ചും കൂടെ നല്ല സ്ഥാനാർത്ഥികളായിരുന്നു എങ്കിൽ കുറെ കൂടെ സീറ്റുകൾ കിട്ടുമായിരുന്നു ഉള്ള ഒരു വാർത്തയുമുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വലിയ അപകടം പറ്റി. പ്രത്യേകിച്ച് ഇടുക്കി സീറ്റിലെ അവസരങ്ങളെ കണ്ടെത്താൻ അവസാനം പ്രയാസമായിരുന്നു. പത്തനംതിട്ടയിൽ അവരെ ഫിലിപ്പോസ് തോമസിനെ, മുൻ DCC പ്രസിഡന്റ് ഫിലിപ്പോസ് തോമസിനെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ എറണാകുളത്ത് കുട്ടി ഫെർണാണ്ടസ്, അങ്ങനെ പലയിടത്തും മാത്യു തോമസിനെ അവസാനം കോട്ടയത്ത് നിർത്തി. അതും ഒരു പരീക്ഷണം പരാജയമായിരുന്നു. പക്ഷെ ഒരു നോക്കിയാല് ഇന്നത്തെ ജയിച്ചില്ലേ ചാലക്കുടിയില്?
ഇന്നസെന്റിന്റെ വിജയം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ ആയിരിക്കാം. പക്ഷെ അത് ജയിച്ചത് ഇടതുപള്ളിക്ക് ഒരു നേട്ടമായി. അതേസമയത്താണ് തൃശ്ശൂർ ചാലക്കുടി UDF നഷ്ടമായി. രണ്ട് സീറ്റുകൾ അത് ഓരോരുത്തർ തിരിച്ചപ്പോൾ തോറ്റു. ഒരിടത്ത് വളരെ നല്ല MP ആയിരുന്നു ധനപാലൻ എന്ന് പറയുന്നത്, KP ധനപാലൻ. നല്ല എപ്പോഴും ജനങ്ങളോട് നിൽക്കുന്ന ജനങ്ങൾ ഡൽഹിയിൽ ഇറങ്ങി നടക്കുന്ന ഒരു നല്ല MP ആണ് ധനപാലൻ. അദ്ദേഹത്തിന് UDF നഷ്ടം. അപ്പൊ 2 സീറ്റ് അങ്ങനെ പോയിരിക്കുന്നു UDF. അത് UDFന്റെ സീറ്റ് നിർണ്ണയത്തിലുള്ള കൊണ്ടാണ്, അവരുടെ തന്നെ പ്രയത്നം കൊണ്ടാണ്. ഇടുക്കി സീറ്റ് UDFന്റെ നേതൃത്വത്തിന്റെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇടുക്കി സീറ്റ് കളഞ്ഞു കുളിച്ചത്. അങ്ങനെ തന്നെ 3 സീറ്റ് ഇടതുമുന്നണിക്ക് ലാഭമായിട്ട് കിട്ടി. ഇടതുമുന്നണിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായ പ്രശ്നം അത് CPM നേരിടുന്ന പ്രശ്നമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണി വിട്ടതോടുകൂടി തിരുവനന്തപുരം മേഖല, അതായത് ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ CPM വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും കാലമായിട്ടും. അതിന്റെ ഒരു പരാജയം അവർക്കുണ്ട്. ആ പരാജയത്തിന്റെ ഭാഗമായിട്ടാണ്, ആ ഒരു ശൂന്യതയുടെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വതന്ത്ര പരസ്യം നടത്തേണ്ടി വന്നത്. അത് തൃശ്ശൂരിൽ വിജയിച്ചു എന്നുള്ളത് അപ്പുറത്ത് ഇടുക്കിയിൽ അവർ വിജയം കണ്ടു. ഒരു കാര്യവും കൂടെ ശ്രീ ജേക്കബ് ജോർജ്, ഒരൊറ്റ കാര്യവും കൂടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കും എന്നാണ്. ഇനി ഇപ്പോൾ ഇത്രയും ഒരു പരിക്കില്ലാതെ രക്ഷപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? 2, കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ഇടുക്കിയിലെ പരാജയത്തിന്റെ ഉത്തരവാദികളായി മൂന്നാം കണ്ണുകൊണ്ട് കാണുന്നത് ഫ്രാൻസിസ് ജോർജിനെയോ PC തോമസിനെയോ ആന്റണി രാജുവിനെയോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ഒക്കെ ആയിരിക്കും. കേരള കോൺഗ്രസിൽ എന്തെങ്കിലും മാറ്റത്തിന് സാധ്യത ഇടുക്കിയിലെ പരാജയം കൊണ്ട് UDFൽ ഉണ്ടാകുമോ? അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണമാകും? അത് അഴിച്ചുപണി വേണ്ടിവരും എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അത് പലതവണ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനോട് രമേശ് ചെന്നിത്തലയും സുധീരനും ഒക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ 12 സീറ്റ് വിജയം അദ്ദേഹത്തിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയമായിട്ടും പരാജയമായിട്ടും എത്ര സീറ്റ് കിട്ടിയാലും അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി MLA തന്നെയാണ്. തന്റെ ഗവൺമെന്റിന്റെ വിലയിരുത്തൽ, ഭരണത്തിന്റെ മികവിന്റെ വിലയിരുത്തൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് നേട്ടം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ശക്തമായൊരു ഭരണം കാഴ്ചവെക്കാനായിരിക്കും ഇനി ഉമ്മൻചാണ്ടി ശ്രമിക്കുക. തനിക്കെതിരെ ഇപ്പം കൂടുതൽ എതിർപ്പ് വരുന്നത് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നാണ്. സുധീരന്റെ പല തീരുമാനങ്ങളും പല ചിന്താഗതികളും അംഗീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് സംബന്ധിച്ച് കുറച്ചും കൂടെ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. മന്ത്രിസഭയുടെ പ്രശ്നങ്ങൾ ശേഷി, അവരുടെ ഭരണ മികവ് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമിച്ചിരിക്കും. ഇത്തരം കാഴ്ചവെച്ചുകൾ മാത്രമേ കോൺഗ്രസിന് കേരളത്തിൽ സാധ്യത ഉണ്ടാവൂ എന്ന കാര്യം വ്യക്തമായിട്ട് മറ്റേ ആരെക്കാട്ടും നന്നായിട്ട് ഉമ്മൻചാണ്ടിക്ക് അറിയാം. അത് സംബന്ധിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കും. പിന്നെ കേരള കോൺഗ്രസിന്റെ കാര്യം, കേരള കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇന്ന് കേരള കോൺഗ്രസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് കിട്ടിയിരുന്നെങ്കിൽ കാരണവശാലും ആ സ്ഥിതി നഷ്ടപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. അത് കേരള കോൺഗ്രസിന്റെ നിലപാടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കോൺഗ്രസിന്റെ മറ്റുള്ള പ്രശ്നങ്ങൾ വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായം അറിയിച്ചതിൽ. ലിയോ, ദേശീയ തലത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോയി കഴിഞ്ഞാൽ മറ്റൊരു അരവിന്ദ് കെജ്രിവാളായി നരേന്ദ്രമോദി മാറാൻ സാധ്യതയുണ്ടോ? അരവിന്ദ് കെജ്രിവാളും ഇതേപോലെ വലിയ പ്രചാരണവുമായി വന്ന് രാജ്യം മുഴുവൻ ഇളക്കി മറിച്ച് ദില്ലി സർക്കാർ ഉണ്ടാക്കി ദില്ലിയിൽ ഭരണത്തിലെത്തി. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ദില്ലിയിൽ നിലം തൊട്ടില്ല. ആകെ പഞ്ചാബിൽ 4 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടി ഒതുങ്ങി. ഇങ്ങനെ അത് ബരാക് ഒബാമയും വലിയ ഹൈപ്പോട് കൂടിയിട്ടാണ് വന്നത്. 2ാം തവണത്തെ വോട്ടെടുപ്പിൽ ആകെ ചക്രശ്വാസം വലിച്ചുപോയി അക്ഷരാർത്ഥത്തിൽ. ഇത്തരത്തിലൊരവസ്ഥ നരേന്ദ്രമോദിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതുമല്ല, വളരെ വിഷനുള്ള അക്ഷരാർത്ഥത്തിൽ അടിമുടി പൊളിറ്റീഷ്യനായിട്ടുള്ള ഓരോ മുടിയിലും ആ ബുദ്ധിയും കൂർമ്മതയും ഭരണപാഠവും എല്ലാം ഉള്ള ഒരു നേതാവായി നരേന്ദ്രമോദിയെ കാണാമോ?
അരവിന്ദ് കെജ്രിവാളിനോട് നമുക്കൊരിക്കലും നരേന്ദ്രമോദിയെ ഉപമിക്കാൻ സാധിക്കില്ല. അരവിന്ദ് കെജ്രിവാൾ ഒരു ഇമോഷനെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പാളിപ്പോവുകയാണ് ഉണ്ടായത്. 49 ദിവസം കൊണ്ട് ഭരണം വിട്ടെറിഞ്ഞു പോകാൻ അദ്ദേഹത്തിന് കാണിച്ച ആ ഒരു തിടുക്കം അത് ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വ്യക്തമായും ശക്തമായും ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കണം രാഷ്ട്രീയ നേതാക്കൾ എന്ന് ഇന്ത്യക്കാർ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് നരേന്ദ്രമോദിയും മനസ്സിലാക്കേണ്ടത്. ശ്രീ നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ. ഒരു കാരണവശാലും പലപ്പോഴും കോർപ്പറേറ്റുകൾ ചർച്ചയിൽ വന്നു. ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്, കോർപ്പറേറ്റുകൾക്കെതിരല്ല, കോർപ്പറേറ്റുകൾ വേണം. പക്ഷേ അവരെ നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള കരുത്തുറ്റ ഭരണാധികാരി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കഴിവുള്ള കരുത്തുറ്റ നട്ടലുള്ള ഭരണാധികാരിയാണ് ഇന്ത്യക്ക് വേണ്ടത്. അവർ നൽകുന്ന നക്കാപ്പിച്ചയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി വാലുമടക്കി വാലാട്ടി പോകുന്ന രാഷ്ട്രീയ നേതാക്കളെ ആവരുത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അത് നരേന്ദ്രമോദിക്ക് മുന്നിൽ വലിയൊരു പാഠമായിരിക്കട്ടെ. ഈ കോർപ്പറേറ്റുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി, അവരുടെ ലാഭം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വപ്നത്തിനും അപ്പുറത്താണ്. അത് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടികളെ ഇട്ട് തട്ടുകളിക്കുകയാണ്. ഇത് തങ്ങൾക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് കരുതി രാഷ്ട്രീയ നേതാക്കൾ ഇരിക്കുകയായിരുന്നു ഇത്രയും നാൾ. ഇനിയെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ ജനസേവകരാണ്, ജനങ്ങളെ സേവിക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം, ധർമ്മം. അതിന് കഴിയില്ല എങ്കിൽ ഇറങ്ങിപ്പോവുക. അത് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളിൽ ഒന്ന്, പട്ടിണി അകറ്റുക ജനങ്ങളുടെ. അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട് തൊഴിൽ ഉറപ്പ് നൽകും എന്ന്. തീർച്ചയായും നല്ലത് തന്നെ. ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ തൊഴിൽ, അനുയോജ്യമായ വ്യവസായം, അതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ വികസിപ്പിച്ചെടുക്കേണ്ടത്. അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന വികസനം ആകരുത്. അത് ഒന്ന്. മറ്റൊന്ന്, വിദ്യാഭ്യാസ നയത്തിൽ വളരെ ശക്തമായ കാതലായിട്ടുള്ള മാറ്റം വരേണ്ടിയിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിന് നിശ്ചയമായും ഇന്ത്യയിൽ എല്ലായിടത്തും വിദ്യാഭ്യാസം ലഭിക്കും എന്നുള്ളൊരവസ്ഥ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അങ്ങനെ ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്, നഗ്നമായ സത്യമാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം ഓരോ വർഷവും ഇന്ത്യയിൽ മരിക്കുന്നുണ്ട് എന്ന് ശ്രീ മാത്തുക്കുട്ടി തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതൊന്ന്. 2, കോർപ്പറേറ്റുകളിലേക്ക് വരാം. കോർപ്പറേറ്റുകൾക്ക് വഴിവിട്ട് സഹായം ചെയ്യുമ്പോഴാണ് മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നത്, ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതിനാണ് തടയിടേണ്ടത്. കോർപ്പറേറ്റുകൾക്ക് അർഹമായ സഹായം കൊടുക്കാം, അവരെ സഹായിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരിന്റെ പിന്തുണയില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ ജനങ്ങൾക്കുള്ളത് കൂടി പിടിച്ചെടുത്ത് അവരിലേക്ക് കൊടുക്കുമ്പോഴാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. പലപ്പോഴും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കാതെ പോയതും മൻമോഹൻ സിംഗിനും രാഹുൽ ഗാന്ധിക്കും അതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾക്ക് സർവീസ് നിഷേധിക്കുന്ന തരത്തിലേക്ക്, അവർക്ക് അർഹമായിട്ടുള്ള സർവീസ്, അവർക്ക് അർഹമായിട്ടുള്ള സേവനം നിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും കയ്യൂക്കുള്ളവൻ കാര്യം നേടിപ്പോകുന്ന കാര്യം അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഊർജ്ജ മേഖലയിൽ കാതലായിട്ടുള്ള മാറ്റം വരേണ്ടിയിരിക്കുന്നു. അവിടെ കെടുകാര്യസ്ഥതയും തന്നിഷ്ടപ്രകാരമുള്ള രീതികളുമാണ് പോകുന്നത്. ഊർജ്ജ മേഖല വളരെ വലിയ രീതിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, രാഷ്ട്രീയ നേതാക്കൾ തന്ത്രപരമായി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിൽ അഴിമതി ചെയ്യാൻ സാധിക്കുന്ന മേഖലയാണ് ഊർജ്ജ മേഖല. അത് എല്ലാം ഉണ്ട്, ഊർജ്ജ മേഖലയിൽ എല്ലാം ഉണ്ട്. ഇങ്ങനെ സമഗ്രമായ ഒരു വികസനം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക മേഖലയുടെ വികസനമാണ്. കാർഷിക മേഖലയ്ക്ക് ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും പദ്ധതികൾ തയ്യാറാക്കി ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനങ്ങൾ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. നമുക്ക് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന കൃഷി രീതിയല്ല, കാലാവസ്ഥ മാറിയിരിക്കുന്നു. അതിനനുസരിച്ച് കൃഷി രീതി, മണ്ണിനനുയോജ്യമായ വിത്ത്, ഇതെല്ലാം വികസിപ്പിച്ചെടുത്ത് ശക്തമായ രീതിയിലുള്ള ഇടപെടൽ സർക്കാർ നടത്തേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ നാളെ പട്ടിണിയായിരിക്കും ഫലം. നാളെ നമുക്ക് വ്യവസായം കൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് കഷ്ണമോ റബ്ബർ കഷ്ണമോ കൊണ്ട് വിശപ്പടക്കാൻ പറ്റില്ല. അതൊന്ന്. ആരോഗ്യ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ആരോഗ്യ സേവന രംഗം ചിലവേറിയ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവന് വിദഗ്ധ ചികിത്സ അന്യം നിന്ന് പോകുന്നൊരവസ്ഥയിലേക്ക് ഇത് ഈ 2014 ഇരുന്നുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. പാവപ്പെട്ടവന് വിദഗ്ധ ചികിത്സ അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഉത്തർപ്രദേശ് എടുക്കൂ. ഉത്തർപ്രദേശിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആർത്തിയോടുകൂടി കണ്ണുവെക്കുന്ന സംസ്ഥാനമാണ്. അവിടെ എത്ര ആശുപത്രികളുണ്ട്? പലപ്പോഴും അറിയാൻ സാധിക്കുന്നത്, ഡൽഹിയിലെ എയിംസിലെ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ തന്നെ അന്യ സംസ്ഥാനങ്ങൾ, തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ അവിടെ എത്തി ആൾക്കാർ ടെന്റ് കെട്ടി എയിംസിന് മുന്നിൽ കിടക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ മഹാരാജ്യം. ഇപ്പോൾ നമ്മൾ പുരോഗതിയുടെ ഒക്കെ തന്നെ കാര്യം പറയുന്നു. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച അതിർത്തി രക്ഷ, രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം, അവിടെ ഇന്ത്യ നട്ടലോടുകൂടി നിൽക്കേണ്ടിയിരിക്കുന്നു. വിദേശ നയത്തിലും നട്ടല് ധൈര്യം കാണിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇന്ത്യയുടെ രഹസ്യം അമേരിക്ക ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ട് പോലും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ
ഒന്നും ചെയ്യാതെ ഓച്ചാനിച്ച് നിൽക്കുന്ന, നട്ടലില്ലാത്ത നയം സ്വീകരിക്കുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഇന്ത്യക്കാരന് യോജിച്ചതാണോ ഇത്? അല്ല. അപ്പോൾ സമഗ്രമായ ഒരു മാറ്റം ഇന്ത്യയുടെ വിദേശ നയത്തിലും, ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിലും, ഇന്ത്യയുടെ കാർഷിക രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തും, ആരോഗ്യ രംഗത്തും വരേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് ശ്രീ ലിയോ 120 കോടി ജനങ്ങളും വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത്. നട്ടലുള്ള ഇന്ത്യക്കാരന്റെ പ്രതിനിധിയായ നട്ടലുള്ള ഭരണകർത്താക്കൾ അവർ തന്നെ ആയിരിക്കട്ടെ അടുത്ത 5 വർഷം BJP-യിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ഒരു പരിധിവരെ എല്ലാ മേഖലകളും ടച്ച് ചെയ്ത് തന്നെ ചർച്ച ചെയ്തു. ഈ വിഷയങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ദിവസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. എങ്കിലും ശ്രീ രമേശ്, 284 കേവല ഭൂരിപക്ഷത്തിലും കൂടുതൽ 339 NDAക്ക് കിട്ടിയിരിക്കുന്നു സീറ്റുകൾ. ഇത്രയും സീറ്റുകൾ കിട്ടിയപ്പോൾ നിങ്ങൾ പോലും ഒരു പക്ഷെങ്കിൽ വിചാരിക്കാതിരുന്ന രീതിയിലേക്കുള്ള മാൻഡേറ്റിലേക്ക് എത്തിയപ്പോൾ എന്താണ് BJPക്ക് ആദ്യം ഒരു വെപ്രാളമുണ്ടോ, അതോ വലിയൊരു ഉത്തരവാദിത്വ ബോധമാണോ? ഈ വലിയ ഉത്തരവാദിത്വം ഒരു ചലഞ്ചായി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടോ? ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീ നരേന്ദ്രമോദി വഡോദരയിൽ ജനങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണിത്. ഇത് എനിക്കൊരു ഉത്തരവാദിത്തമാണ്. ഇവിടെ ഞാൻ ആഘോഷിക്കാനല്ല വന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യും എന്ന് പറയാനാണ് വന്നതെന്നാണ്. 2, വളരെ നന്നായി ലിയോ സബ്ജക്റ്റിനെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ലിയോയെ അഭിനന്ദിക്കുന്നു. ആ 2-3 സബ്ജക്റ്റുകൾ ലിയോ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഞാൻ പറയാം. പെട്രോൾ പ്രൈസിന്റെ കാര്യം ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. പെട്രോളിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം തിരിച്ച് ഗവൺമെന്റിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ കൊണ്ടുവരുമെന്ന് ശ്രീ നരേന്ദ്രമോദി ടൈംസ് നൗവിൽ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. 2, പെട്രോൾ വില എങ്ങനെയാണ് കൂടുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം. ഡോളർ, നേരത്തെ പറഞ്ഞു ഡോളറിന്റെ വില കൂടിയാലും കുറഞ്ഞാലും ഒന്നുമില്ല എന്ന്. ഡോളറിലാണ് നമ്മൾ പെട്രോൾ മേടിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ് ഡോളർ. എന്തുകൊണ്ടാണ് സെൻസസ് ഇമ്പോർട്ടന്റ് ആവുന്നത്? സെൻസസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഡോളറിന്റെ വിനിമയം കൂടുന്നത്. ഇതെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഡോളർ ഇന്ന് 58 എത്തുമ്പോൾ പെട്രോളിന്റെ പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി കമ്പനികൾക്കാണെങ്കിൽ പോലും അവർക്ക് കുറയ്ക്കേണ്ട ഗതികേട് വരും. അതാണ് നട്ടലുള്ള ഭരണാധികാരി എന്ന് പറയുന്നത്. 2, എഡ്യൂക്കേഷണൽ സെക്ടറിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജപ്പാനിലെയും US-ലെയും സ്റ്റാഫ്മാരെ ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് മാതൃ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2, ഊർജ്ജ മേഖല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷമായി ഊർജ്ജ മേഖലയിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള കോൾഗേറ്റിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല. അതിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വൈദ്യുതിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ്. വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. നർമ്മദയുടെ കാര്യം അതിൽ കൂടുതൽ ഞാൻ പോകുന്നില്ല. വേറൊരു കാര്യം, ടൂറിസം. ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വെക്കാവുന്ന ഒരു മേഖലയാണ് ടൂറിസം. എന്തുകൊണ്ട് 10 വർഷം ഭരിച്ചിട്ടും സമഗ്രമായ ഒരു മാറ്റം ടൂറിസ്റ്റ് മേഖലയിൽ കൊണ്ടുവന്നില്ല? ശ്രീ നരേന്ദ്രമോദി നരേന്ദ്രമോദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. കാശിയിൽ പോയി മത്സരിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു കാശിയിൽ എന്തോ ഹിന്ദുത്വം അജണ്ട നടപ്പിലാക്കണം. അദ്ദേഹം പറഞ്ഞെന്താ, കാശി പോലെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ടൂറിസം എന്തുകൊണ്ട് നമുക്ക് വികസിപ്പിച്ചുകൂടാ? ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും. ഹെൽത്ത് സെക്ടറിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഗുജറാത്തിൽ ഹെൽത്ത് സെക്ടറിൽ കാണിച്ചു തന്നു. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നു 2006-ൽ കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് വന്നു മാൽ ന്യൂട്രീഷനിൽ പിന്നിലാണ് എന്ന് പറഞ്ഞ്. അദ്ദേഹം അതൊരു ചാലഞ്ചായി എടുക്കുകയും 2013 യാഥാർത്ഥ്യമാക്കിയ കഥകളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറയാതെ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് എന്റെ ഒരു സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് മാത്രമല്ല, ശ്രീ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു നാടക കമ്പനി നടത്തുന്ന പോലെ ഒരു സംഭവം നടത്തുന്നു. ശ്രീ നരേന്ദ്രമോദി 4 തവണ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായി അവിടെ ഡെലിവർ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ആ സ്റ്റേറ്റിൽ ഇന്ന് 26 സീറ്റും ജനങ്ങൾ കൊടുത്തത്. ജനങ്ങൾ വിഡ്ഢികളൊന്നല്ല, ജനങ്ങൾ ഹിന്ദുവായാലും മുസ്ലിമായാലും പ്രതികരണം വന്നിരിക്കുന്നു. അമേരിക്ക നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിക്ക് വിസ നൽകാൻ തയ്യാറാണെന്നും അമേരിക്ക അറിയിച്ചിരിക്കുന്നു. അമേരിക്ക നാൻസി
പൗലാണ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്ക ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വിസ നൽകാറുണ്ട്. നരേന്ദ്രമോദിക്ക് വിസ നൽകാൻ തയ്യാറാണ് അമേരിക്ക. വെൽക്കം ചെയ്യുന്നു നരേന്ദ്രമോദിയെ. ബരാക് ഒബാമ അല്പസമയത്തിനകം നരേന്ദ്രമോദിയെ വിളിക്കും എന്നാണ്, ഫോണിൽ വിളിച്ച് അഭിനന്ദനം നേരിട്ട് അറിയിക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും നരേന്ദ്രമോദിക്ക് വിസ നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വാർത്ത. കുറെ കാലം ചർച്ച ചെയ്ത വിഷയമായിരുന്നു. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ഞങ്ങളാണ് പറയുന്നത്. വിസ അവർക്ക് നൽകാം, ഞങ്ങൾ അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ശ്രീ നരേന്ദ്രമോദിയാണ് പറയുന്നത്. അതൊക്കെ നയതന്ത്രപരമായ കാര്യങ്ങൾ. ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ ഒരു 15 മിനിറ്റിലധികമായി ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മളോടൊപ്പം. ദയവായി ക്ഷമിക്കുക, താങ്കളുടെ പേര് പറയൂ. എന്റെ പേര് പ്രദീപാണ്. പ്രദീപ്, ദയവായി ക്ഷമിക്കുക, താങ്കളുടെ അഭിപ്രായം പറയൂ. സാരമില്ല. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ജനങ്ങളെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. അതായത് അമ്മയും മകനും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടിനെ, അതിന് കൂട്ടുനിന്ന ഒരു തലപ്പാവ് രാഷ്ട്രീയക്കാരനെ തൂത്തെറിഞ്ഞ് സത്യമായ വിധി ജനങ്ങൾ കൊടുത്തു. പലതരത്തിലും ജനങ്ങളെ സമുദായിക വലിച്ച് നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലും കേരളം ഒഴിച്ചുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ സമുദായിക ആൾക്കാരും എല്ലാം മറന്ന് ഒറ്റ മെയ്യായിട്ട് നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുത്തു. കാരണം അവർക്കറിയാം ഇന്ത്യ അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന്. കേരളത്തിൽ ഇത് നടക്കും. കേരളത്തിൽ ഇപ്പൊ മുല്ലപ്പെരിയാരും പോയില്ലേ, ഒന്നും കിട്ടാതെ അലയുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രം മാറി മാറി വോട്ട് ചെയ്ത് അവരുടെ സരിതാ കേസും അതുപോലെ തന്നെ മറ്റു ചില കേസുകളും മാത്രം പ്രാദേശികമായി പറഞ്ഞ് ഒരു ഗുണവുമില്ലാതെ തമ്മിൽ തല്ലി ഒരു മെട്രോ പോലും ശരിക്കും വരുത്താൻ പറ്റാതെ മുല്ലപ്പെരിയാർ കേസ് പോലും തോറ്റ് നടക്കുന്നവർക്ക് ഇതല്ലാണ്ട് ഒന്നും ലഭിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ എക്സിറ്റ് പോൾ അടക്കം BJP വരുന്ന പറഞ്ഞിട്ട് പോലും രാജഗോപാലിനെ പോലൊരു കാൻഡിഡേറ്റ് ജയിപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതിനെല്ലാം കേരളം അനുഭവിക്കും. സാരമില്ല, ഇന്ത്യ നരേന്ദ്രമോദിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അദ്ദേഹം നന്നായിട്ട് ഭരിക്കും. ഇനി കോൺഗ്രസിന് ഇതിന്റെ സ്വപ്നം കാണാൻ പറ്റുമോ എന്നുള്ളത് ഫിനീഷ് പക്ഷി ഇതൊക്കെ പറയാം, ഒരു പക്ഷിയും ഉണ്ടാവുകയില്ല. ശരി, എന്തായാലും ശ്രീ പ്രദീപ് സമയപരിധി മൂലം താങ്കളുടെ കോൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം ശ്രീ പ്രദീപ്. താങ്ക് യു. ശ്രീ മായിൻ, ജനങ്ങൾ ഇതാണ് പറയുന്നത്, ആശിക്കാൻ വകയുണ്ടോ നിങ്ങൾക്ക്? ഫിനിക്സ് പക്ഷി പോലെ വരാൻ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ ഭരണം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഒരു രണ്ടാം നിര നേതാക്കന്മാരെ വളർത്തിയിരുന്നുവെങ്കിൽ ഈ ഗതികേടിലേക്ക് നിങ്ങൾ പോകുമായിരുന്നോ? മോഡിക്ക് പകരം രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ ചൂസ് ചെയ്യാതെ പോയതല്ലേ പ്രധാനപ്പെട്ട കാര്യം? അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാലത്ത് നടന്ന ജനവിരുദ്ധങ്ങളായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ ഇവിടെ പലരും ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ അഴിമതി, വിലവർധന, അതുപോലെയുള്ള വിദേശ നയത്തിലുള്ള വെള്ളം ചേർക്കൽ, ഡിഫൻസ് രംഗത്തുണ്ടായ പരാജയം, ഇങ്ങനെ ഒട്ടനവധി രംഗങ്ങളിൽ ഉണ്ടായ പരാജയം 10 വർഷം ഭരിച്ചിട്ടും എന്തുകൊണ്ടായി ഭരണം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് മറ്റൊരു നേതാവിനെ പറ്റി പോലും നിങ്ങൾ ചിന്തിച്ചില്ല? ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എൻ്റെ പ്രിയ സുഹൃത്തിനോട് പറയാനുള്ളത്, ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭാവി നമ്മുടെ പ്രധാനമന്ത്രിയാവുന്ന ശ്രീ നരേന്ദ്രമോദി, ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരിക്കലും ജനാധിപത്യ സ്വഭാവമുള്ളത് എന്നൊരിക്കലും ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ജനാധിപത്യ രീതിയിലുള്ളത് അല്ലെങ്കിൽ പോലും, ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും, താങ്കൾ പറഞ്ഞത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ 120 കോടി 88 കോടി ജനങ്ങളോ വോട്ട് ചെയ്ത് ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ഭരണത്തിലേക്ക് എത്തിക്കുന്നു. എങ്ങനെ പറയാൻ കഴിയില്ല? അവിടുത്തെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചു. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ സമീപനം നിങ്ങൾ നോക്കൂ, അദ്വാനിയെ പോലെയുള്ള, രാജ്നാഥ് സിംഗിനെ പോലെയുള്ള, മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള, സുഷമ സ്വരാജ്, അവരെയൊക്കെ തന്നെ വെട്ടി നിർത്തിക്കൊണ്ട് വരികയാ. നിങ്ങൾ ഇന്ത്യ കാണും, അവരൊക്കെ ബിജെപിക്കാരാണെങ്കിലും അവരൊക്കെ നല്ലവരല്ല. അതുകൊണ്ടല്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇത്തരം നിലപാടുകൾ എങ്ങനെ ഇന്ത്യ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കാലം കാത്തിരുന്നു കാണിച്ചു തരും. അന്ന് ഞാനും ശ്രീ മാത്തുക്കുട്ടിയും ഒക്കെ ഇരുന്നു കൊണ്ട് ഇത് ചർച്ച ചെയ്യും. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ഒരു ഡിക്റ്റേറ്റർ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ കാലം തെളിയിക്കും. ഇന്ത്യ പോലെയുള്ള നാനാജാതി മത സമുദായങ്ങളൊക്കെയുള്ള ഒരുപാട് വർണ്ണങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഈ ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടവരും. അത് അന്ന് ചർച്ച ചെയ്യാം, അവിടെ ഇനിയും സമയമുണ്ട്. അതൊരു മുന്നറിയിപ്പാണ് ശ്രീ രമേശ്. എല്ലാ ആൾക്കാരെയും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയിലും
NDA ഗവൺമെന്റിലും NDA കക്ഷികളിലും എത്തിച്ചേരുകയാണ്. ഇതൊരു വെല്ലുവിളിയായി എടുക്കുകയാണോ അതോ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായും. അതായത് ഇവിടെ നമ്മൾ ഈ സംസാരിക്കുന്ന രാഷ്ട്രീയമെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റിവെച്ചുകൊണ്ട് ജയിച്ചു വരുന്ന ഏതൊരു MP ആണെങ്കിലും ആ MPയെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും മാറാൻ പോകുന്നില്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ശ്രീ നരേന്ദ്രമോദിക്കും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം വളരെ വ്യക്തമായി എനിക്കൊരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ, ഒരു മതഗ്രന്ഥമേ ഉള്ളൂ, അത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറഞ്ഞ ഒരു നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. ശരി, രമേശ്, അനിലേക്കും കൂടെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. ശ്രീ അനിൽ, എങ്ങനെ നോക്കിക്കാണുന്നു BJPയുടെ ഈ വാഗ്ദാനങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ഇന്ത്യയിൽ എല്ലാവർക്കും ശ്രീ രമേശ് പറഞ്ഞതുപോലെ എല്ലാ തലത്തിലും എല്ലാ മേഖലകളിലും നീതി ലഭിക്കുക അത്ര എളുപ്പമാണോ? അത് 21-ാം തീയതിക്ക് ശേഷം തുടങ്ങുമോ? തീർച്ചയായിട്ടും നമുക്ക് ഇക്കാര്യങ്ങളിൽ നമുക്ക് ശുഭപ്രതീക്ഷ പുലർത്താം എന്ന് മാത്രമേ പറയൂ. കാരണം മുൻകാല ചെയ്തികൾ, മുൻകാല അനുഭവങ്ങൾ വെച്ച് അത്രമാത്രം ശുഭാപ്തി വിശ്വാസം പുലർത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞ മേഖലകൾ ഓരോ മേഖലകളായി തിരിച്ചുകൊണ്ട് ഊർജ്ജ മേഖല, ഹെൽത്ത് സെക്ടർ, ഇതെല്ലാം ഓരോരോ കാര്യങ്ങൾ. ഹെൽത്ത് സെക്ടറിൽ ഇത്രയും കാലം ഭരിച്ചിട്ടും ഗുജറാത്തിൽ 16-ാം സ്ഥാനത്താണ് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ. ഊർജ്ജ മേഖലയിൽ 14-ാം സ്ഥാനത്താണ്. ഒരുപാട് വികസനങ്ങൾ നടന്നു എന്ന് പറയുന്നിടയ്ക്കാണ് ഈ അവസ്ഥ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ, പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് കാലം തെളിയിക്കും എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1 മിനിറ്റ് മാത്രമേയാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള സമയം. പ്രവാസ ലോകത്ത് നിന്ന് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർ, പ്രവാസ ലോകത്തുള്ള സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾക്ക് സംസാരിക്കുവാനുള്ളത് അവസാനമായി അത് ആദ്യം തന്നെ സംസാരിക്കേണ്ട വിഷയമാണ്. പ്രവാസികളെ പറ്റിയാണ്. ഇവിടെ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി പ്രവാസികൾ അനുഭവിക്കുന്ന 4 കോടിയോളം ഇന്ത്യക്കാർ പ്രവാസികളായി ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇവരെ ആരും തിരിഞ്ഞു നോക്കാനില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും ആകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും NTV പ്രവാസികളുടെ പ്രശ്നങ്ങൾ സമഗ്രമായി ശ്രീ നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വിദേശകാര്യ വകുപ്പിന്റെയും പ്രവാസികാര്യ വകുപ്പിന്റെയും മുമ്പിൽ അടിയന്തരമായി എത്തിക്കുമെന്ന് ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുന്നു. അതോടൊപ്പം തന്നെ ശ്രീ രമേശിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ 32 കൊല്ലത്തിൽ കൂടുതലായി UAE, ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ UAE കഴിഞ്ഞ 32 കൊല്ലമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും വന്നിട്ടില്ല എന്നുള്ള വസ്തുത BJPയുടെ പ്രവർത്തനം എന്നുള്ള നിലയിൽ താങ്കളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരികയാണ്. ശ്രീ നരേന്ദ്രമോദി ഇവിടെ വരുവാനുള്ള ക്രമീകരണങ്ങൾ, ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയുവാനുള്ള ക്രമീകരണങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? തീർച്ചയായും. ശ്രീ നരേന്ദ്രമോദി നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിലോ മാക്സിമം 2 വർഷത്തിനുള്ളിൽ ശ്രീ നരേന്ദ്രമോദി UAE സന്ദർശിച്ചിരിക്കും. അത് പ്രേക്ഷകർക്ക് മാത്രമല്ല, വേറൊരു കാര്യം കൂടി അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗൾഫ് മലയാളികൾ അനുഭവിക്കുന്ന എയർ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ആ എയർ ഇന്ത്യയെ ലാഭത്തിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ. പ്രവാസികൾ എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വാഗ്ദാനങ്ങളെ നോക്കിക്കാണുന്നത്. സുരേഷിലേക്ക്. ഏതായാലും ചർച്ച പൂർണ്ണമാവുകയാണ്. 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. കേന്ദ്രത്തിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കേവല ഭൂരിപക്ഷം BJP നേടി NDA അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിൽ 12 സീറ്റുമായി UDF തന്നെയാണ് മുന്നിൽ. വിഷയമാണ് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ NR മായിൻ, കോൺഗ്രസ് നേതാവ് NR മായിൻ തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തി ചർച്ചയിൽ പങ്കെടുത്തതിൽ നന്ദി. അതോടൊപ്പം തന്നെ TR രമേശ്, ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ TR രമേശ്, റേഡിയോമി ന്യൂസ് ഹെഡ് ലിയോ രാധാകൃഷ്ണൻ, ഇടതുപക്ഷ നിരീക്ഷകൻ ശ്രീ അനിൽ പള്ളൂർ തത്സമയം സ്റ്റുഡിയോയിലെത്തിയ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ PC ജോർജ്, സർക്കാർ ചീഫ് വിപ്പ്, മുതിർന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്കും ചർച്ചയിലേക്ക് വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.